ഒരു വേദഭാഗം എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് വയ്ക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എവങ്കലിസ്തൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 38-ാം വാക്യം. ജനമെല്ലാം അവൻ്റെ വചനം കേൾക്കേണ്ടുന്നതിന് അതികാലത്ത് ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ ചെല്ലും. ജനമെല്ലാം അവൻ്റെ വചനം കേൾക്കേണ്ടുന്നതിന് അതികാലത്ത് ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ ചെല്ലും. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഞാനേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഇടവകയുടെ വികാരിയച്ഛൻ ലിറ്റോച്ചൻ, അതോടൊപ്പം സഹവികാരി ബിബിനച്ചൻ, സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ലിബിനച്ചൻ, ഈ ഇടവകയുടെ പ്രിയപ്പെട്ട ട്രസ്റ്റി സെക്രട്ടറി, ഇതിൻ്റെ എല്ലാ ചുമതലപ്പെട്ടവർ, വിവിധ ഇടങ്ങളിൽ നിന്ന് നിയോഗങ്ങളുമായി ജീവിതത്തിൻ്റെ പ്രകാശത്തിൽ തന്നെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, ഏറ്റവും വാത്സല്യവും സ്നേഹവുമുള്ള പാട്ടുപാടിക്കൊണ്ടും, അതോടൊപ്പം ഇവിടെ മുൻപിൽ 2 പേരിരിപ്പുണ്ട്. മക്കളുമാരെ നോക്കിക്കേ, കുറച്ച് മക്കളുമാരൊക്കെ അവിടെ ഇവിടേക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ മുമ്പിലോട്ട് വിടാമെങ്കിൽ വലിയ സന്തോഷം കേട്ടോ. അവരോടൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരിൽ നിന്നാണല്ലോ നമ്മൾ വല്ലതും പഠിക്കേണ്ടുന്നത്. അപ്പോൾ ഒരു കൊച്ചുമോളൊക്കെ ഇവിടെ ചിരിച്ചുകൊണ്ട് പുറകെ ഇരിപ്പുണ്ട്. മുമ്പേ വന്നിരിക്കാമോ? ഇവിടെ ആയിരിക്കുന്ന സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പരിശുദ്ധനായ ഗ്യൂറീസ് സഹദായുടെ നാമത്തിൽ ഞാനിവിടെ ദേവാലയത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. സ്ഥലപ്പേര് കൊണ്ട് തന്നെ ഇത് വളരെ മനോഹരമാണ്. ഇവിടേക്ക് വരുന്ന വഴിയും വളരെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് നന്മകൾ ചൊരിയുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെയുള്ള 9 വെള്ളിയാഴ്ചകളിലെ നിയോഗങ്ങൾ ഒക്കെ ഒരുപക്ഷെ മുൻപേ ഇവിടെ എത്തേണ്ടതായിരുന്നു എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ നിറയ്ക്കുന്നുണ്ട്. മലങ്കര സഭയെ സംബന്ധിച്ച് 4 വിധ പുണ്യാത്മാക്കളോട് മധ്യസ്ഥത യാചിക്കുന്ന പതിവാണ് ഉള്ളത്. അത് രക്തസാക്ഷികളായ കർത്താവിൻ്റെ ശിഷ്യന്മാർ, പിന്നീട് പരിശുദ്ധ ഗീവർഗീസ് സഹദായെ പോലെ രക്തസാക്ഷികളായി തീർന്ന മാർട്ടിയേഴ്സ് അല്ലെങ്കിൽ രക്തസാക്ഷികൾ, മൂന്നാമത് വിവിധങ്ങളായ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിലും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന മൗദ്യാനന്മാർ, പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെ ജീവിതവിശുദ്ധി കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമൊക്കെ വിശുദ്ധന്മാരും ശുദ്ധിമതികളും ആയി തീർന്നവർ. ഈ 4 കൂട്ടരുടെയും കിരീടമായി പരിശുദ്ധ അമ്മ ആയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ മനുഷ്യരെ ഓർക്കുന്നത്? എന്തിനായിരിക്കാം? രക്തസാക്ഷി എന്നൊരു കവിതയിൽ നമ്മൾ കേൾക്കുന്നത്, അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി, മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. അവനവന് വേണ്ടിയല്ലാതെ ഒരാൾ ആർക്കു വേണ്ടിയാണ് ജീവിക്കുക? അപ്പൊ അവനവന് വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവനാണ് രക്തസാക്ഷി. നമ്മളൊക്കെ പലപ്പോഴും ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണോ? അല്ല. ഒരച്ഛൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നട്ടുച്ച വെയിലിൽ ഞാൻ പോകവേ എൻ ഉച്ചി തണുപ്പിച്ചതൻ അച്ഛൻ്റെ കൈപ്പടം. ഒരച്ഛൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഒരപ്പൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മക്കൾ വെയിൽ കൊള്ളാതെ ഇരിക്കുവാൻ അവൻ്റെ കൈപ്പടം തണലാവുകയാണ്. ഇനി ഒരു അമ്മ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? അയ്യപ്പൻ എഴുതിയ കവിതയാണ്. പലയിടങ്ങളിലും അതിങ്ങനെ നമ്മളുടെ നിയോഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. അമ്മയെക്കുറിച്ച് മധുസൂദനൻ നായർ അച്ഛനുറങ്ങാത്ത വീടെന്ന പുസ്തകത്തിൽ പറയുന്നത്,
പൊക്കിൾ വള്ളി മുറിഞ്ഞാലും മുറിയിൽ ആത്മബന്ധം, തിങ്കളിൽ നിന്നു വേർപെട്ടു നിലാവിനെങ്ങു വേരിടം. പൊക്കിൾ വള്ളി മുറിഞ്ഞാലും ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം വേർപെടുകയില്ല. ചന്ദ്രനിൽ നിന്ന് എങ്ങനെ നിലാവിന് വേർപെടുവാൻ തക്കവണ്ണം സാധിക്കും? അങ്ങനെയാകുമ്പോൾ ഒരച്ഛൻ പകലിൽ അവൻ കൊള്ളുന്ന വെയില് കുഞ്ഞുങ്ങൾക്ക് തണലായി മാറുകയാണ്. ഓരോ രാത്രിയിലും ഒരമ്മ നിലാവായി മാറുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ഒരു ഗുരുനാഥനാണെങ്കിൽ ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് ഇരുട്ടിനെ അകറ്റുകയാണ്. ഒരു പുരോഹിതനാണെങ്കിൽ കർത്താവിന്റെ പഞ്ചമുറിവുകളെ ഏറ്റെടുത്തുകൊണ്ട് അവനും ബലിയായി തീരുകയാണ്. ഒരു പട്ടാളക്കാരനാണെങ്കിൽ അതിർത്തിയിൽ നമുക്ക് വേണ്ടി അവനെ തന്നെ സമർപ്പിക്കുകയാണ്. ഒരു പ്രവാസിയാണെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ വലിയ ചൂടിൽ അവിടെ തൻ്റെ കുടുംബത്തിന് വേണ്ടി അവൻ ജീവിക്കുകയാണ്. ഇങ്ങനെ ഓരോ മനുഷ്യരെയും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും നമ്മൾ നോക്കി കാണുവാണെങ്കിൽ നമ്മളൊക്കെ എത്ര സ്വാർത്ഥരാണെന്ന് പറഞ്ഞാലും അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണോ നമ്മൾ? അല്ല. പിന്നെ എന്താണ് അവിടെ പറയുന്നത്? അവനവന് വേണ്ടിയല്ല, അവന് വേണ്ടി ജീവിക്കുക മാത്രമല്ല, സ്മരണയിൽ എന്താണ്? ഒരു താരകമാണ്. നമ്മളും നമ്മുടെ പൂർവികരൊക്കെ കടന്നു പോകുമ്പോൾ ഇപ്പൊ അമ്മയോട് കുഞ്ഞ് ചോദിക്കുകയാണ്, അമ്മേ അപ്പൂപ്പൻ എന്താണ് ചലിക്കാത്തത്? അപ്പച്ചൻ എന്താണ് ഉണരാത്തത്? എല്ലാവരും എന്തിനാണ് അപ്പച്ചനെ വെള്ള പുതപ്പിച്ചത്? അപ്പച്ചൻ ഒന്നും മിണ്ടാത്തത് എന്താണ് അമ്മേ? അമ്മച്ചി എന്താ പെട്ടിയിൽ അമ്മച്ചി ആക്കിയത് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോ വൈകിട്ട് കുഞ്ഞു കാണത്തില്ല ചിലപ്പോ കല്ലറയിൽ അപ്പച്ചനെ വെച്ചത്. ആൾത്തിരക്കിൽ വൈകുന്നേരം ചോദിക്കുമ്പോ പറയും, എന്താ മോനെ മോളെ ആ നക്ഷത്രം കണ്ടോ? ഇന്നുദിച്ചതാണ് അല്ലേ? അങ്ങനെ പറയുന്നൊരു പാരമ്പര്യം നമുക്കുമുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ സഹതായാകുവാൻ, രക്തസാക്ഷിയാകുവാൻ തക്കവണ്ണം നിയോഗം ലഭിച്ചവരാണ്. ആരും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല. അങ്ങനെ ആർക്കും ഇവിടെ ജീവിക്കുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നവരാണ് സഹത. തൻ്റെ മുൻപിൽ താൻ യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി ഒരു വലിയ അപകടത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ അവൾക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടം നിങ്ങൾ നോക്കിക്കേ, എത്ര പെൺകുട്ടികളെ, എത്ര കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളോട് മനസ്സിലില്ലാതെ ജീവിക്കുന്ന കാലത്താണ് നമ്മൾ സഹതായെ ഓർക്കുന്നത്. എപ്സ്റ്റൈൻ ഫയൽ പോലെ പല ഫയലുകളും പുറത്തു വന്ന് കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്ന കാലത്താണ് നമ്മൾ സഹതായുടെ പെരുന്നാളിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നും മടങ്ങുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളെക്കാൾ സഹതായുടെ മുൻപിൽ വന്നു നിന്നൊരു ചെറിയ പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി സഹതാ ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ വിളിക്കുന്നു എന്ന തിരിച്ചറിവാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്നത്. ഞാനിനി എനിക്ക് വേണ്ടിയല്ല, ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും എന്തു ചെയ്യാം എന്ന ചിന്തയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത്. അതിനായി നമുക്ക് നമ്മളെ ഒന്ന് ഒരുക്കാം. ചില ഇടങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് ആരംഭിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആരാണ് വിശുദ്ധന്മാർ, ശുദ്ധിമതികൾ എന്നൊക്കെ ഓർക്കുന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളൊന്ന് വെക്കണം. ഒന്ന്, അവർ ദൈവത്തെ ധരിച്ചവരാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ എന്താ, മോൻ്റെ കയ്യിൽ എന്തുകൊണ്ട് വാച്ചുണ്ട്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് അല്ലെ, തലയിൽ ബോ വെച്ചിട്ടുണ്ട്. എന്നാൽ പിതാക്കന്മാർ പറയുന്നത് എന്താ? അവർ മാമോദീസായിലൂടെ ദൈവത്തെ ധരിച്ചു എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നമുക്കൊരു വലിയ സാധ്യതയാണ് ദൈവത്തെ ധരിക്കുക എന്നുള്ളത്. രണ്ടാമത് പറയുന്നത് അവർ പ്രകാശത്തെ പിന്തുടരുന്നവരാണ്. എങ്ങനെയാണ് പ്രകാശത്തെ പിന്തുടരുന്നത്? നമുക്കൊരു പക്ഷേ ഡാർക്ക്നെസ്സിൽ ജീവിക്കാം. അപ്പൊ നമുക്കറിയാം, പലപ്പോഴും പലരും രാത്രിയെ ഇഷ്ടപ്പെടുന്നവരാണ്.
കാരണം പല കാര്യങ്ങൾക്കും മറപിടിക്കാൻ ഇരുട്ട് നല്ലതാണ്. മോഷണമാകാം, പല കാര്യങ്ങളുമാകാം. പക്ഷേ വിശുദ്ധന്മാർ അവർ പ്രകാശത്തെയാണ് പിന്തുടരുന്നത്. മൂന്നാമത് അവർ ആത്മാവിൻ്റെ നാദം ശ്രവിച്ചവരാണ്. ഇവിടെ ഇരിക്കാൻ നമ്മളോട് ചോദിച്ചാൽ ഇന്ന് പലപ്പോഴും പലരും പറയും, എന്താ ആത്മാവിനെ കുറിച്ചൊക്കെ ചിന്തിക്കണമോ, അതുണ്ടോ, സയൻസ് മാത്രം മതിയോ, സ്പിരിച്വാലിറ്റിയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നമ്മൾ ഓർക്കുക, ആത്മാവിൻ്റെ നാദം ശ്രവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ പെരുന്നാളിലായിരിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കുക, നമ്മുടെ 3 സാധ്യതകൾ ഓർക്കുക. ഒന്നെന്താണ്? ദൈവത്തെ ധരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ഭാഗ്യം നമുക്കുമുണ്ട്. രണ്ടാമതെന്താ? പ്രകാശത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടുന്നത്, ഇരുട്ടിനെയല്ല. മൂന്നാമത് ആത്മാവിൻ്റെ നാദം ശ്രവിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നാമതായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഓശാനയുടെ അന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ ഒരു രഹസ്യ ശിഷ്യൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറയുന്നുണ്ട്, എന്തു വേണം, എന്തിനെ കൊണ്ടുവരണം, എന്തിനെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്? പറഞ്ഞു മോളെ. ഒരു കഴുതയെ കൊണ്ടുവരണമെന്നാണ്, അല്ലേ? ഇന്ന് യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നൊരു കാലമാണ്. എല്ലാവരും കുതിരപ്പുറത്ത് വരുവാനും എല്ലാവരും വിജയിക്കുവാനും എല്ലാവരും വെട്ടിപ്പിടിക്കുവാനും ആഗ്രഹിക്കുന്നൊരു കാലത്ത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ഹൃദയം കീഴടക്കിയ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, നിങ്ങൾ പോയി എന്തിനെ കൊണ്ടുവരാനാണ്? ഒരു കഴുതയെ കൊണ്ടുവരുവാൻ. കാണുമ്പോൾ നമുക്ക് തോന്നും, എന്തൊരു മണ്ടനാണ് ഈ മനുഷ്യൻ. മശിഹായെ കാത്തിരിക്കുന്നവരുടെ അരികിലേക്ക് കഴുതപ്പുറത്തൊരുത്തൻ കയറി വരുന്ന കാണുമ്പോൾ കല്ലെറിയുന്നതിന് പകരം അവിടെയുള്ളവർ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറയുകയാണ്. എങ്ങനെയാണ് കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരുത്തൻ രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ നിന്ന് കഴുതപ്പുറത്ത് വരുന്നവൻ രക്ഷിക്കുന്നത്? എങ്ങനെയാണ്? അവൻ നമുക്ക് തന്നിട്ട് പോയതും ഓരോ വിശുദ്ധ കുർബാനയിലും പുരോഹിതൻ ആവർത്തിച്ച് നമുക്ക് തരുന്നതും അത് തന്നെയാണ്. എന്താണ്? നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഈ സമാധാനത്തിന്റെ വക്താക്കളായി നമ്മൾ തീരുന്നുവെങ്കിൽ പിന്നെ സംഘർഷമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തു നമുക്ക് തന്നത് സമാധാനമാണ്. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് എന്താണ്? എന്താണ് പറയുന്നത്? കോഡ് ഭാഷ എന്താണ്? ആരും കയറിയിട്ടില്ലാത്ത കഴുത. അടുത്ത വരി എന്താണ്? ഞങ്ങളുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നമുക്കതിനെ ഒന്ന് തിരുത്തി പറയാം. എങ്ങനെ പറയേണ്ടത്? മോന്റെ പേരെന്താ? ദ കോൾ ഓഫ്, ഉടുപ്പം നേരെ വെക്കാമോ ഒന്ന് കാണാൻ വേണ്ടിയാ. ടീഷർട്ടിൽ എന്തോ എഴുതിയിരിക്കുന്നത് വായിക്കാൻ വേണ്ടിയാ. ദ കോൾ ഓഫ് ദ, പൊക്കോട്ടെ, ജംഗിൾ എന്നൊക്കെ ഉണ്ട്. മോന്റെ പേരെന്താ? എയ്തൻ. മോന്റെ പേരോ? ജിനോ. നല്ല പേരാ, മിടുക്കന്മാരോ കേട്ടോ. മോളുടെ പേരെന്താ? എസ്തർ. ദിയ. നിങ്ങളുടെ ഒക്കെ ചോദിക്കാം, മറന്നുപോയില്ല കേട്ടോ, സമയമില്ല. അപ്പൊ എന്താ പറയാം? നമുക്കൊന്ന് പറയാം, നമുക്കൊന്ന് ചേർന്ന് പറയാം. കർത്താവിന്, ഉറക്കെ പറ, ഇച്ചിരി ഉറക്കെ, എന്നെ കൊണ്ട്, എന്നെ കൊണ്ട്, എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്. ഈ ഒരു വാക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്? അവിടെ ആ ഒരു രഹസ്യ ശിഷ്യനുമായിട്ട് ഈ ഒരൊറ്റ വാചകമേ പറഞ്ഞോള്, കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. നമ്മളുടെ അരികിലേക്ക് കർത്താവ് വരികയാണ്. ആ ഉടമസ്ഥൻ ഒന്നും തന്നെ പറയുന്നില്ല. അവർ തമ്മിലുള്ള വലിയ ബന്ധത്തിൽ പറയുകയാണ്, അതിനെ അഴിച്ച് കൊടുക്കുകയാണ്.
രണ്ടാമത് അവിടെ പറയുന്നത് എന്താണ്? ആരും കയറിയിട്ടില്ലാത്ത കഴുത. അതിലൊരു വലിയ തിരിച്ചറിവുണ്ടെന്നുള്ളതാണ്. നോക്കിക്കേ, എന്ന് പറഞ്ഞാൽ അത് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 19 അധ്യായം 2 വാക്യത്തിലും ആവർത്തന പുസ്തകത്തിലുമൊക്കെ വഴിപാടുകൾക്കായി ഒരു മൃഗത്തെയോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നുകം വെക്കാത്തതായിരിക്കണം, മുമ്പ് ജോലിക്ക് ഉപയോഗിക്കാത്തതായിരിക്കണം എന്ന് പറയുമ്പോൾ അത് വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ആ ഒരു ചെറിയ കഴുത സമാധാനത്തിൻ്റെ പ്രവാചകനായി, സമാധാനത്തിൻ്റെ ദൈവമായി ഭൂമിയിലേക്ക് അവതരിപ്പിക്കുമ്പോൾ യേശു തമ്പുരാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ആരും കയറിയിട്ടില്ലാത്തത്, വിശുദ്ധമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. രണ്ടാമതോ, എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ലൂയി പാസ്റ്റർ എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹം വളരെയേറെ തൻ്റെ ജീവിതത്തിൻ്റെ വേദനകളിലും സഹനങ്ങളിലും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ആളാണ്. പ്രത്യേകിച്ച് മരുന്നിൻ്റെ മേഖലയിൽ, സയൻസിൻ്റെ മേഖലയിൽ. തൻ്റെ മക്കളൊക്കെ മരിച്ചു പോകുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത്, ഇനിയുള്ള കുട്ടികൾ എങ്ങനെ മരിക്കാതെ ഇരിക്കും? എൻ്റെ കുട്ടികൾ മരിച്ചുപോയി, പക്ഷേ ഇനി ഇവിടെ പിറക്കുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ മരിക്കാതിരിക്കണം എന്നുള്ള ചിന്തയിൽ അദ്ദേഹം അതിൽ പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം ഒരു ട്രെയിൻ യാത്ര പോകുന്ന സമയത്ത്, അദ്ദേഹം കൊന്തമാല ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് അവിടെ നിന്ന് ചെറുപ്പക്കാരൊക്കെ അദ്ദേഹത്തെ കളിയാക്കും. എടോ, ശാസ്ത്രമൊക്കെ ഇത്രയും വളർന്നില്ലേ, താനിപ്പോഴും പ്രാർത്ഥിക്കുകയാണോ? അദ്ദേഹം ചോദിച്ചു, ശാസ്ത്രമൊക്കെ എത്ര വളർന്നു? അതെ, ഒരുപാട് വളർന്നിട്ടുണ്ട്. താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക? താങ്കളുടെ അഡ്രസ് ഒന്ന് തരിക, കുറച്ച് ശാസ്ത്രമാസികകളൊക്കെ താങ്കൾക്ക് അയച്ചു തരാം. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അഡ്രസ്സ് കൊടുത്തു, അദ്ദേഹത്തിന്റെ പേര് കൊടുത്തു. ലൂയി പാസ്റ്റർ, ഡയറക്ടർ, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിസർച്ച് സെന്റർ, പാരീസ്. ഈ അഡ്രസ്സ് കൊടുത്തപ്പോൾ അവിടെ നിന്ന് ചെറുപ്പക്കാർക്ക് എന്ത് തോന്നി? സന്തോഷം തോന്നിയോ? സങ്കടം തോന്നിയോ? കുറ്റബോധം തോന്നിയോ? കുറ്റബോധം തോന്നി. മോളുടെ പേരെന്താ? വെരി ഗുഡ്. അപ്പോൾ നോക്കിക്കേ, എത്രയോ മരുന്നുകൾ, ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന മനുഷ്യൻ എത്രയോ മരുന്നുകൾ കണ്ടുപിടിച്ച് ഏറ്റവും കൂടുതൽ മനുഷ്യരാശിക്ക് ഉപകാരപ്രദമായ ശാസ്ത്രത്തെ വിനിയോഗിച്ച ഒരു മനുഷ്യൻ ഒരു മാലയെടുത്തു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ അടുക്ക ശ്രീജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി IFS നേടിയപ്പോൾ അവള് പറഞ്ഞ എന്താണ്? ഈ ഒരു കൊന്തമാലയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം. ജോൺ ഡി വർഗീസ് കുളക്കടയച്ചൻ എഴുതിയ പുത്തൂരുള്ള ഷാരോൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ക്യാൻസർ വന്ന് മരിച്ചുപോയൊരു പെൺകുട്ടിയാണ്. അവളെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു കൊച്ചു കവിത ഞാനും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയെ കുറിച്ച് വായിക്കുമ്പോൾ അവൾ ഓരോ റേഡിയേഷനും കീമോയ്ക്കും ഒക്കെ പോകുമ്പോൾ അവളുടെ ഉണ്ടായിരുന്നത് കൊന്തമാലയായിരുന്നു. ആരോ പാടിയിട്ടില്ലേ, പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടിയ ജപമാല വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ശാസ്ത്രമാകാം, പ്രതിസന്ധികളാകാം. അടുക്ക പരുമലപ്പള്ളി പ്രസംഗിച്ചപ്പോ പറഞ്ഞതാണ്, ഒരു ആൽവിൻ എന്ന് പറയുന്ന ഒരു കുട്ടി കൂടലിലുള്ളൊരു പയ്യനാണ്. പക്ഷെ അവന്റെ മെനഞ്ചൈറ്റിസ് വന്ന് അവന്റെ കൈയും കാലും ഒക്കെ തളർന്നു പോകുമ്പോഴും അവൻ നോമ്പെടുത്തുകൊണ്ട് പരുമലയിലേക്ക് നടന്നു പോയിട്ട് അവന്റെ ആത്മീയ ജീവിതത്തിൽ അവൻ വളരുകയാണ്. ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, നമ്മളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഏതവസ്ഥയിലാണെങ്കിലും ജീവിതത്തിൻ്റെ പരാജയപ്പെട്ടവർ ഇവിടെ ഉണ്ടാകാം, രോഗാവസ്ഥയിലുള്ളവരുണ്ടാകാം, കടഭാരത്തിൽ വന്നവരുണ്ടാകാം, നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടുന്നതായ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. കെട്ടപ്പെട്ടതായ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ആ കെട്ടുകൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ത് കെട്ടുകളാണ് കർത്താവിന് എന്നെ കൊടുക്കുവാൻ തക്കവണ്ണം പറ്റാത്തത്? എൻ്റെ അറിവില്ലായ്മയാണോ? എൻ്റെ അഹങ്കാരമാണോ? എൻ്റെ അനുതാപമില്ലായ്മയാണോ? എൻ്റെ ആത്മപ്രശംസയാണോ? എന്താണ് കർത്താവിന് എന്നെ കൊടുക്കുവാൻ പറ്റാത്തതായിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ
കുറച്ചുകൂടെ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്കൊന്ന് ചേർന്നിരിക്കാം. അപ്പോൾ ASS ആസ് എന്നാണ് കഴുത, അല്ലേ? ശരിയല്ലേ സ്പെല്ലിംഗ്? അപ്പം എ എന്ന വാക്ക് അക്സസിബിലിറ്റി എന്നുള്ളതാണ്, ഒരു പ്രാപ്യതയാണ്. പലപ്പോഴും ദൈവികമായ കാര്യങ്ങളിൽ ആരും നമ്മൾ നിർബന്ധിക്കാറില്ല. നമുക്കെന്ത് വേണം? നമ്മളുടേതായ ഒരു ഇനിഷ്യേറ്റീവ് വേണം. അതാണ് ആ ഫസ്റ്റ് ആസ് എന്ന അക്ഷരത്തിലെ ആദ്യത്തെ കാണും. ദൈവത്തിന് നമ്മുടെ വാതിലിൽ വന്ന് മുട്ടുന്നു. നമ്മൾ കതക് തുറന്നാൽ അവൻ നമ്മളുടെ ഒപ്പം കയറും. തള്ളി തുറക്കാം, പക്ഷേ ഇല്ല. നമുക്കെന്ത് വേണം? അതിനോടൊരു താല്പര്യമുണ്ടാകണം. രണ്ടാമതൊരു സേക്രഡ്നെസ് എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ വിശുദ്ധി നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, കുറവുള്ളവരാണ്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ പൊട്ടിയിട്ടും അത് കൂട്ടിക്കെട്ടി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങൾ നമ്മൾ പൊട്ടിപ്പോകാം. മനുഷ്യരാണ്, ഒരുപാട് കുറവുകൾ വരാം. സെന്റ് അഗസ്റ്റിനെ കാണുമ്പോൾ അദ്ദേഹം അഗസ്റ്റിനായിരുന്നു, ഒരുപാട് തെറ്റിപ്പോയ മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം സെന്റ് അഗസ്റ്റിനായി മാറി. ബോബി ജോസ് അച്ഛനോട് അടുക്കെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയൊന്ന് പറയാമോ? അച്ഛൻ പറഞ്ഞ കഥയെന്ന് പറയുന്നത്, ഒരിക്കൽ ഒരാൾ ആടിനെ മോഷ്ടിച്ച ആളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റീലർ എന്നുള്ളതായ ST എന്ന വാക്ക് അദ്ദേഹത്തിന് നെറ്റിയിൽ കൊത്തിവെച്ചു. ഒരിക്കലും മാഞ്ഞു പോകാതെ ചെയ്യുന്ന കള്ളങ്ങൾ അവരെ നെറ്റിയിൽ കൊത്തിവെക്കുമായിരുന്നു. പഴുപ്പിച്ചായിരിക്കാം. കഥയാണെങ്കിൽ പോലും അവസാനം ജീവിതത്തിൽ അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്, അമ്മയാ ST എന്താണ്? അപ്പോ അവിടുത്തെ അമ്മമാര് പറയുന്നുണ്ട്, അത് സെയിന്റ് എന്നാണ്. എത്ര മനോഹരമാണ് ആ ചെറിയൊരു കഥ. ഇവിടെ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പല കുറവുകൾ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ മരണം വരെയും നമ്മുടെ ഉള്ളിലൊരു ശബ്ദം കേൾക്കണം, എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ 2 കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മോൻ സൈഡിൽ വന്നിരിപ്പുണ്ട്. ഇവിടെ വന്നിരിക്കാവോ? നല്ല മോന്. ഈ മോനെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അവ ഇവിടെ വന്നിരുന്നത്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ഈ കഴുത നമ്മളോട് സംസാരിക്കുന്നത്, എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ കാണുമ്പോൾ കർത്താവിന് വീടൊന്നും സ്വന്തമായിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല, അല്ലേ? അദ്ദേഹം പിറന്നു വീഴാൻ നേരത്ത് എന്താ? എല്ലാവരും വിളിച്ചിട്ടുണ്ടാകും. എന്തായിരിക്കും? അപ്പനില്ലാത്തവൻ. നമ്മുടെ നാട്ടിലാണെങ്കിൽ വേറൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അമ്മയില്ലാത്തവൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അമ്മമാർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടല്ലേ. ഇപ്പം ദേഷ്യം വരുമ്പോൾ നമ്മൾ പുരുഷന്മാരെയൊക്കെ പലരും വിളിക്കുന്നത് എന്താ? അപ്പനില്ലാത്തവെന്നുള്ള അത്ര സ്നേഹമായിരിക്കത്തില്ല, അതിന് വേറൊരു വാക്കാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. അത് കേട്ടിട്ട് പലരെയും കുത്തി കൊന്നിട്ടുണ്ട്. കാരണം അതൊരു ഭയങ്കര വേദനയാണ്. അപ്പനില്ലാത്തവനെന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് നമുക്കറിയാം, അനാഥാലയങ്ങളൊക്കെ വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്നത്, അവരെത്രയോ പേർ തേടിപ്പോയി അവരുടെ അപ്പനെയും അമ്മയും കണ്ടെത്തിയിട്ടുണ്ടെന്നറിയാം. ഇപ്പോൾ പല രാജ്യങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഏത് രാജ്യമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അവിടെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും. ഞാൻ അടുക്ക വായിച്ചതാണ്. അതിലൊരു കുട്ടി വളരെ പ്രയാസപ്പെട്ട് അവളുടെ കൂടെയുള്ള ഇരട്ട കുട്ടിയെ കണ്ടുപിടിച്ചു. കാരണം നമുക്കറിയാം, ഓരോ രാജ്യങ്ങളിലും കുഞ്ഞുങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മുടെ ഈ നാട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ഇത്ര മണിക്കൂറിന് തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ആളുണ്ട്, അല്ലേ? ചിലയിടങ്ങളിൽ ബാലവേലയ്ക്ക് നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഒരു കർത്താവ് നേരിട്ടൊരു ഭൂമിയിലെ ഏറ്റവും വലിയൊരു വേദന തന്നെയാണ്. എന്താണ്? ജനിക്കുമ്പോൾ തന്നെ അപ്പനില്ലാത്തൊരു കുഞ്ഞ്. മറിയാണെങ്കിലോ ഭർത്താവാരെന്നറിയത്തില്ല, അല്ലേ? എന്നാൽ ഒരു മനുഷ്യൻ ചേർത്ത് പിടിക്കുകയാണ്. തൻ്റെ ദർശനങ്ങളിലൂടെ മറി എന്ന പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴും നമ്മൾ വളർത്തച്ഛനായി ഒരു മനുഷ്യനുണ്ട് എന്നുള്ളത് അവിടെ കാണുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ മലകളിൽ താമസിക്കുകയും മരപ്പണികൾ ചെയ്യുകയും മത്സ്യത്തെ പിടിക്കുന്നവരെ കൂടെ കൂട്ടുകയും മനുഷ്യനെ പിടിക്കുവാൻ തക്കവണ്ണം അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ
അവൻ തന്നെ പൂർണ്ണമായി പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആയതുകൊണ്ടാകാം അയാളുടെ അവസാനത്തെ വിരുന്നിന് വിരിച്ചൊരുക്കിയ ഒരു മാളിക കിട്ടുകയാണ്. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാതെ ഇരിക്കുകയില്ല, അല്ലേ? ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാതെ എത്ര തന്നെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും സന്തോഷിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാതെ ഇരിക്കുകയില്ല. കർത്താവിന് കിട്ടുന്നത് വിരിച്ചൊരുക്കിയ ഒരു മാളികയാണ്. അതാരാണ് നൽകിയത്? കർത്താവിന് കഴുതയെ കൊടുത്തത് ഒരു രഹസ്യ ശിഷ്യനാണ്. പേര് പറയുന്നില്ല, ഒറ്റ കോടുവാക്കേ ഉള്ളൂ. ഞങ്ങളുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നു വിരിച്ചൊരുക്കിയ മാളികയാണ്. അത് ആരുടേതാണെന്നാണ് പറയുന്നത്? മർക്കോസിന്റെ മാളികയാണ്. പക്ഷെ അത് കൊടുത്തത് ആരാണ്? മർക്കോസിന്റെ അമ്മയാണ്. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരുപക്ഷെ ദ വൂംബ് ഓഫ് ലിറ്റർജി, പള്ളിയായി മാറിയ ഒരാദ്യത്തെ വീടായിട്ട് നമുക്കതിനെ കാണാം, അല്ലേ? അവസാനത്തെ അത്താഴം അവിടെയായിരുന്നു. കാൽകഴുകൾ നടന്നത് അവിടെയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മളിവിടെ കാണുന്നു. ഇങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങൾ ഇവിടെ കാണുന്നു. ആ അമ്മ എന്ത് ചെയ്തു? അതിൻ്റെ മുകൾ തട്ട് കർത്താവിൻ്റെ അവസാനത്തെ അത്താഴം ഒരുക്കുവാൻ തക്കവണ്ണം വിട്ടുകൊടുത്തു. നമ്മളുടെ വീടുകൾ പള്ളികളായി മാറണം എന്നതാണ് അതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാ ഭവനങ്ങളിൽ നിന്നും നമ്മൾ കേട്ടിരുന്ന പ്രാർത്ഥനകളുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ വീടുകളിലായിരുന്നെങ്കിൽ എന്ത് കേൾക്കുമായിരുന്നു? ഇന്നലെ ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥിച്ച ആ പാട്ടാണ് പാടിയത്. കുഞ്ഞുങ്ങളെടുത്ത് പാടിയതാണ്. എന്താണ്? ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന മനോഹരമായ ഒരു ഗാനം. എത്ര വിനയത്തോടെ മാത്രമേ നമുക്കത് പാടുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. പുലർച്ചയും നമ്മൾ പാടിയിരുന്നു, ഉഷകാലം നാം എഴുന്നേൽക്കുക എന്നുള്ളത്. ഇനി ഒരു ഹൈന്ദവ ഭവനത്തിൽ എന്താ കേട്ടുകൊണ്ടിരുന്നത്? രാമ 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 രാമ, അല്ലേ? രാമ പാഹിമ. അപ്പോ അവിടെ നിന്ന് നമ്മൾ സന്ധ്യയിൽ, കാരണം കുഞ്ഞുനാളി വീട്ടിൽ TV ഇല്ല. തൊട്ടപ്പുറത്തെ വീട്ടിൽ പോകുന്ന സമയത്ത്, രാധചേച്ചിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടുത്തെ അമ്മൂമ്മ ആദ്യമായിട്ട് സീരിയൽ വന്ന സമയമാണ്. സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കാൻ നിൽക്കുകയാണ്. ആ സീരിയലൊക്കെ ഒന്ന് വേഗം തീരാൻ വേണ്ടിയും അമ്മൂമ്മയുടെ രാമനാമം ഒന്ന് പെട്ടെന്ന് തീരാൻ വേണ്ടി എന്തോരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും വളരെ ശ്രദ്ധയോടെ സച്ചിൻ ടെണ്ടുൽക്കറുടെ സെഞ്ചുറി അടിക്കുന്നത് കാണാനിരിക്കുമ്പോൾ, ഫൈനൽ കാണാനിരിക്കുമ്പോൾ ഈ അമ്മൂമ്മ പാടിയതാണെങ്കിൽ നമ്മുടെ ഉള്ളിലും ആ നാമത്തിൻ്റെ വരികൾ വീണിട്ടുണ്ട്. ഇനി നമ്മൾ പോകുമ്പോഴുമൊക്കെ അല്ലാഹു അക്ബർ എന്നൊക്കെ ഇങ്ങനെ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൊക്കെ തന്നെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ളതായ പ്രാർത്ഥനയുടെ അനുഭവങ്ങളായിരുന്നു നമ്മുടെ വീടുകളെയും നമ്മളെയും ഓരോ കുഞ്ഞുങ്ങളെയും മുൻപോട്ട് നയിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നാം കാണുമ്പോൾ ഈ മർക്കോസിന്റെ മാളിക നൽകിയ ഒരമ്മ, ആ അമ്മയുടെ മകൻ ആരായി തീർന്നു? സുവിശേഷകനായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്ന് പലപ്പോഴും നമ്മളെല്ലാം ഉണ്ട്, പക്ഷേ എന്തില്ല? പലപ്പോഴും പ്രാർത്ഥനയില്ല. അവിടെ എല്ലാം ഉണ്ട്, പക്ഷേ പ്രാർത്ഥിക്കുവാനൊരു ചെറിയ സ്ഥലം ഇല്ല. ഒരു കുഞ്ഞു വിളക്ക് ആ വീട്ടിലില്ല. ഒരു വിശുദ്ധ ഗ്രന്ഥം എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. അതിനുവേണ്ടി ഇടാൻ ഒരു തഴപ്പ അവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ എല്ലാം വന്നു. വീട് നിറച്ച് കക്കൂസായി, വീട് നിറച്ച് അടുക്കളയായി. പക്ഷേ വീട്ടിലുണ്ടായിരുന്ന പല കാര്യങ്ങളും വീടിന് പുറത്തായി മാറി. അതുകൊണ്ട് ഇവിടെ ഒരു അമ്മ നമ്മളോട് സൂചിപ്പിക്കുന്നത്, നിന്റെ വീട് പള്ളിയാക്കി മാറ്റുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഒരു വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ യേശുക്രിസ്തു വീട്ടിൻ്റെ നായകൻ എന്നതിനെ മാറ്റിയിട്ട് നമ്മളുടെ പേരും വീട്ടുപേരും ഒക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ വീടിനകത്തും കാണാം. പക്ഷെ അവിടെ
നമ്മളുടെ വീടുകളെ പ്രാർത്ഥനയുടെ വീടുകളാക്കി മാറ്റുവാൻ തക്കവണ്ണം സാധിക്കുമോ എന്നുള്ളത് ചോദ്യമാണ്. ലോത്ത് പറയുന്നൊരു മനുഷ്യൻ ഒരുപാട് സമ്പത്തിന്റെ മുകളിൽ ജീവിച്ചു. പക്ഷേ അവിടെ നിന്നൊരു ദിവസം ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവന്റെ ഭാര്യ ആരായി തീർന്നു? ഉപ്പുതൂണായി മാറി. ഇന്ന് പല സ്ത്രീകളും ഉപ്പുതൂണായി മാറുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. ഉപ്പുതൂണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മോളെ? സംശയമുണ്ടോ? ഉപ്പ് കൊണ്ടുള്ളൊരു തൂണായി പോയ കഥയാണ് അല്ലേ? മക്കളെ പോവാണോ? വരണേ, വെള്ളം കുടിച്ചിട്ട് ഓടി വരണം കേട്ടോ. അപ്പൊ നോക്കിക്കേ, എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പാരമ്പര്യം പറയുന്നത്? വീട്ടിൽ എന്ത് തീർന്നുപോയി? ഉപ്പ് തീർന്നുപോയി. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും അറിയാം, നമ്മുടെ ഭാരത പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ കേരളീയ പശ്ചാത്തലത്തിൽ വീട്ടിൽ എന്ത് തീരാൻ പാടില്ല? എന്ത് പെട്ടെന്നാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. വീട്ടിൽ ഉപ്പ് തീരാൻ പാടില്ല. വീട്ടിൽ തീർന്നു പോകാത്ത ഒന്നായിരിക്കണം എന്ത്? അത് അയലത്ത് പോയി വെടിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ മരത്തിൽ നിന്ന് ഉപ്പ് നമ്മൾ എടുക്കുമെന്ന് ചോദിച്ചാൽ അല്ല, വാങ്ങി വെക്കണം അല്ലേ? അതാണ് കറക്റ്റ്. അപ്പൊ വീട്ടിൽ ഉപ്പ് തീർന്നു പോയത് കൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ പോയി ഉപ്പ് വാങ്ങിയപ്പോൾ അവര് ചോദിച്ചു, എന്തിനാണിപ്പോൾ ഉപ്പ്? സ്ത്രീകളല്ലേ. ലോത്ത് അച്ചായൻ പറഞ്ഞു, എടി അപ്പുറത്ത് പോന്നേക്കെ ശരിയാ, നീ അവള് ചോദിക്കും ഇത് എന്തിനാണെന്ന്. പക്ഷേ രഹസ്യം 3 ദിവസവും സ്വകാര്യം 3 മിനിറ്റും എല്ലാവരുടെ ഒന്നും മനസ്സിൽ ഇരിക്കണമെന്നില്ല. അവള് പറഞ്ഞു, നീ ആരോടും, നിങ്ങളാണ് പറഞ്ഞത്, ആരോടും പറയരുത്. 3 പേര് കുറച്ച് പേര് വീട്ടില്. അതെ, അങ്ങനെയാണൊരു വലിയ അപകടം അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഒരു വീട്ടിൽ ഒരമ്മ, ഒരപ്പൻ, അവർ ഒരിക്കലും തീർന്നു പോകാത്ത ഒന്നാണെന്ത്? ആത്മീയത എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തും കൊടുത്തോ. ഇപ്പൊ ചെരുപ്പ് കൊടുത്താൽ അതെന്താവും? അവർ 5ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലാകുമ്പോൾ ചെരുപ്പ് എന്തോ ആകും? ഇല്ല, ചെരുപ്പ് ചെറുതാവൂ, നമ്മൾ വലുതാകും. വസ്ത്രം കൊടുത്താലോ? ഉടുപ്പ് ചെറുതാവോ? ഇല്ല, നമ്മൾ വലുതാകും അല്ലേ? നമ്മൾ കുളിക്കുന്ന സോപ്പിടുന്ന കടക്കാരൻ ഇല്ല, നിങ്ങൾ തന്നെ കുളിക്കണമെന്ന് പറയുന്നതാണ് കൈ പറയുന്നത് അല്ലേ? കുളിക്കുന്ന സോപ്പ് നമ്മൾ തന്നെ കുളിച്ചെങ്കിലല്ലേ പറ്റൂ. സോപ്പ് കുളിക്കുവോ? ഇല്ല. അപ്പം ജീവിതത്തിൽ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാം, വാച്ച് വാങ്ങിക്കൊടുക്കാം, വസ്ത്രം വാങ്ങിക്കൊടുക്കാം, എന്തും കൊടുക്കാം. പക്ഷേ ഒരു വീട്ടിൽ എൻ്റെ അമ്മ കുഞ്ഞുനാളിൽ വെച്ച് തന്ന വേദപുസ്തകം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. സന്ധ്യയ്ക്ക് ചോദിക്കും, സങ്കീർത്തനം വായിച്ചോ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് എന്തുമാത്രമാണ്? സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്, ഞാനും പറയുന്നുണ്ട്. എന്താ? സെമി ഫൈനലിൽ സെഞ്ചുറി അടിച്ച സമയത്ത് എന്ത് ചെയ്തു? എല്ലാവരുടെയും മുമ്പിൽ മുട്ടുകുത്തി അവൻ കുരിശു വരച്ചു. മെസ്സിയാണോ ഇഷ്ടം? റൊണാൾഡോ ആണോ ഇഷ്ടം? എംബാപ്പെ ആണോ ഇഷ്ടം? എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെ വേണം, നല്ല പിള്ളേർ. ഒരാളോട് മാത്രം ഇഷ്ടം, അത് ശരിയല്ല കേട്ടോ. 500ാമത്തെ ഗോൾ അടിക്കുമ്പോൾ മെസ്സി ഒരു ചെറിയ യെല്ലോ കാർഡൊക്കെ ആണെന്ന് തോന്നുന്നു കിട്ടിയിട്ടും ടീഷർട്ടൊക്കെ ഊരി കുരിശു വരയ്ക്കുന്നതാണ് ഞാൻ കണ്ടത്. ലോകത്തിന്റെ ഏത് ഉയർച്ചയിൽ നിൽക്കുമ്പോഴും ഇന്ന് അതേത് മതത്തിലുള്ളവരാണെങ്കിലും അവരുടെ സ്പിരിച്വാലിറ്റി അവർ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം മടി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ജമീമ എന്ന് പറയുന്ന ഇന്ത്യയുടെ പെൺകുട്ടികളുടെ ഭാഗത്തിലെ ക്രിക്കറ്റിലുള്ള ജമീമയാണെങ്കിലും, സഞ്ജു സാംസൺ ആണെങ്കിലും, ശ്രീജയാണെങ്കിലും, അല്ലെങ്കിൽ എല്ലാവരും ഈ കാലഘട്ടത്തിൽ അവരുടെ ആത്മീയത മോശമാണെന്നല്ല പറയുന്നത്, ആത്മീയതയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതെന്നുള്ളത്. അതുകൊണ്ട് സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്നുള്ളത് അതൊരു പക്ഷേ മാനിഫെസ്റ്റേഷനും മെഡിറ്റേഷനും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഒരാളുടെ ജീവിതത്തിലെ ഒരു വീട്ടിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒന്നാണെന്ത്? ആത്മീയത. മിടുക്കി, വെരി ഗുഡ്. അവനവന്റെ വീട്ടിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ് ആത്മീയത. അത് ഈ ഒരമ്മ തൻ്റെ വീട് കർത്താവിൻ്റെ ജീവിതത്തിൽ ആദ്യമായി നല്ലൊരിടം അവൻ്റെ അവസാനത്തെ അത്താഴത്തിന് കിട്ടുമ്പോൾ ആ വീട് ഇന്നെല്ലാവരും ചെല്ലുന്നൊരു വീടായി.
വിശുദ്ധമായൊരിടമായി. അത് ഏത് മതസ്ഥരുടെ ജീവിതത്തിലും അന്ത്യത്താഴത്തിൻ്റെ അനുഭവം അത് വളരെ മനോഹരമായി ഇന്നും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം നടന്നു പോകുമ്പോൾ അയാൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പം ഇവിടെയും സഹദായുടെ പെരുന്നാളാണ്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? ചിലർ സ്ഥലം കാണാൻ വരുന്നവരുണ്ടാകാം, ഒരുപക്ഷെ ഇവിടെ ഉപജീവനത്തിന് വേണ്ടി ബലൂണുകൾ വിൽക്കാൻ വരുന്നവരുണ്ടാകും, ലോട്ടറി വിൽക്കാൻ വരുന്നവരുണ്ടാകും, ഒരുപക്ഷെ അന്നം തേടി വരുന്നവരുണ്ടാകും. ഇങ്ങനെ ഒരു പെരുന്നാളിലേക്ക് ഓരോരുത്തരും വരുന്നതിന് പിന്നിൽ എന്തുണ്ട്? ഒരു കാരണമുണ്ട് എന്നുള്ളതാണ്. അനുഗ്രഹം തേടി വരുന്നവരുണ്ട്, സൗഖ്യം തേടി വരുന്നവരുണ്ട്. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പോയൊരു മനുഷ്യനാണ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവനോട് പറയുകയാണ്, എടാ നീ ആ യേശുവിൻ്റെ കുരിശ് ഒന്ന് പിടിക്കുക. കാരണം അയാൾ വഴിയിൽ വീണ് ചത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയി കുരിശിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് നിർബന്ധിതമായും അവന്റെ ജോലി അല്ലാതിരുന്നിട്ടും അവന് കിട്ടിയ ഒരു വലിയ നിയോഗമാണെന്ത്? കുരിശ് ചുമക്കുക എന്നുള്ളത്. അപ്പൊ എൻ്റെ പേര് ജോൺ സ്ലീബ എന്നാണ്. സത്യം പറഞ്ഞ ഇത് എൻ്റെ അപ്പൻ്റെ പേരാണ്. എൻ്റെ വല്യപ്പച്ചൻ അച്ഛനായിരുന്നു. അപ്പോൾ വല്യമ്മച്ചി എവിടെയോ പ്രസംഗം കേൾക്കാൻ പോയ സമയത്ത് സ്ലീബ റമ്പാച്ചൻ പ്രസംഗിച്ചപ്പോൾ അന്ന് ഒരു പേര് ഇളയ മോൻ ഇട്ടതാണ്. പപ്പായ്ക്ക് സത്യം പറഞ്ഞ പേര് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് പറയുമ്പോൾ ശരിയാ. എവിടെങ്കിലുമൊക്കെ ചെല്ല് നിൽക്കുമ്പോൾ ക്യൂവിൽ പഞ്ചായത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് സ്ലീബ എന്നൊന്നും ആയിരിക്കത്തില്ല വിളിക്കുന്നത്. അപ്പോൾ പപ്പായും പറയാണ്ട് ഷീബയെ വിളിക്കുന്നൊക്കെ പറയും. അവസാനം പപ്പയുടെ പേര് മാത്രം വിളിക്കുകയല്ല. ഇപ്പം എനിക്ക് വന്നപ്പോഴും ഈ പേരാണ്. പലപ്പോഴും പെരുന്നാളിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഈ അടുക്കെ സേവറേസ് തിരുമേനി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സ്ലീബ മുമ്പിലല്ലയോ നിൽക്കേണ്ടത്? നമ്മുടെ ഇടുക്കിയിലെ സേവറേസ് തിരുമേനി ഇങ്ങനെ സ്വകാര്യം പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞതാണ്. വേറൊരു അച്ഛനും പറഞ്ഞു, ഇനിയിപ്പോൾ 2 മെഴുതിരിക്കാലും മതിയല്ലോ, കുരിശായില്ലയോ? അപ്പൊ ഈ പേര് കിട്ടിയാൽ പോലും വലിയ ബുദ്ധിമുട്ടാ. ഇപ്പൊ എൻ്റെ മോനും ഇങ്ങനെ ഒരു 1ാം ക്ലാസ്സിലെ കുട്ടിയെ ഒരിക്കൽ പരിചയപ്പെട്ട സമയത്ത്, മോൻ എത്രാം ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലാ. ഒരു 1ാം ക്ലാസ്സിലെ കുട്ടിയെ കണ്ടപ്പോൾ അവനോട് ഇതിൻ്റെ പേരെന്താ? അപ്പം അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവസാനം അവൻ്റെ ആഗ്രഹം എന്താന്ന് വെച്ചപ്പോൾ പഠിക്കണം, കല്യാണം കഴിക്കണം, 1ാം ക്ലാസ്സിലാണ്, ജോലി മേടിക്കണം, എത്ര മക്കൾ വേണം? 2 പിള്ളേർ വേണം, അതെങ്ങനെ വേണം? ഒരു ആണും പെണ്ണും വേണം. അപ്പോൾ ഒരു കാര്യോട് ചോദിച്ചു, നിന്റെ മക്കൾക്ക് എന്ത് പേരിടുമെന്ന് വെച്ച് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേരിട്ടു. അങ്ങനെയാണ് എൻ്റെ മോന് പേരിട്ടത്. എന്താ? സ്ലീബ എന്ന്. അപ്പോൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ലൂക്കോസ് അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നത്. ഇവനെ കാണുമ്പോൾ ലൂക്കോസ് അച്ഛൻ എന്തൊരു തമാശയ്ക്ക് സ്ലീബായേ ഞങ്ങൾ കുമ്പിടുന്നു. പ്രശ്നമായില്ലേ? വീട്ടിൽ വന്നിട്ട് അവൻ പറയാന്നേ, പപ്പ ഒന്നുകിൽ എൻ്റെ പേര് മാറ്റണം, അതല്ലെങ്കിൽ എൻ്റെ സ്കൂള് മാറ്റണം, അതല്ലെങ്കിൽ ലൂക്കോസ് അച്ഛനെ കാണുമ്പോൾ പറയണം. അത് എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ ലൂക്കോസിന് എൻ്റെ പൊന്നച്ഛൻ, ഇനി എൻ്റെ മോനെ കാണുമ്പോൾ ഒരിക്കലും ഇങ്ങനെ വലിയ പാടായി വന്ന കാലത്ത് 2 പിള്ളേരെ വളർത്തുക എന്നുള്ളത്. അപ്പൊ ഈ പേര് ആയാൽ പോലും വലിയ ബുദ്ധിമുട്ടാ. എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഒരു മനുഷ്യൻ പെരുന്നാൾ ആഘോഷിക്കാമെന്നൊരു മനുഷ്യൻ്റെ തോളിലേക്ക് എന്തോ എടുത്തു വെച്ചു കൊടുക്കുക? കുരിശെടുത്ത് വെച്ചു കൊടുക്കുക. ഒരുപക്ഷെ ജീവിതം എന്ന് പറയുന്ന പ്രിയമുള്ളവർ അത്ര സുഖകരമായ ഒന്നല്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം നോക്കി, എന്തൊക്കെ അസുഖം വന്നൊന്ന് ചോദിച്ചു നോക്കിക്കേ. ഇപ്പം എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അസുഖേ തോന്നും. കുഞ്ഞുനാളി മഞ്ഞപ്പിത്തം, സെമിനാരി പഠിച്ചപ്പോൾ ചിക്കൻ ബോക്സ്, അത് കഴിഞ്ഞ് കോവിഡ്, അത് കഴിഞ്ഞ് H1N1, അത് കഴിഞ്ഞ് അസിഡിറ്റി, അതിന് വോക്കൽ കോഡ്. ഇത് 4-5 ആയോള്. നിങ്ങൾക്ക് ചെറിയൊരു അസുഖം വന്നു, ഞങ്ങൾക്ക് ഇതൊന്നും വന്നില്ലല്ലോ അച്ഛാന്ന് അല്ലേ? നീ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിച്ചു നോക്കിയേ, ഇനി എത്ര ഗുളിക? 20 ഗുളികയും കൊണ്ടോ കയ്യിരിക്കുന്നവിടെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് എന്താ? എന്നും AC കാറിൽ ഇങ്ങനെ പോകുന്നതാണോ? ജീവിതം ജനിക്കുമ്പോഴേ പ്രശ്നമാണ്. കാരണം എന്താ? അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അമ്മയുടെ 42 എല്ലൊടിയുന്ന വേദന അമ്മയ്ക്ക്. ഈ കൊച്ചിനാണെങ്കിലോ എങ്ങനെങ്കിലും പുല്ലിഞ്ഞ് പുറത്തു വന്നാൽ മതി. എന്തോരം പാടാ ഇഞ്ഞ് വരാൻ അല്ലേ? ഇപ്പൊ പിന്നെ എളുപ്പമുണ്ട് അല്ലേ? എന്നാൽ പോലും എന്തൊരു പാടാണ് അല്ലേ ജീവിതത്തിൽ ജനിക്കുമ്പോൾ തന്നെ. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണെന്നറിയാമോ? നൊന്തു പ്രസവിച്ച കുട്ടികൾ അവർ അതിജീവിക്കുമെന്ന്. അതുകൊണ്ടിപ്പം കീറിയെടുത്തവർ അതിജീവിക്കത്തില്ലെന്നൊന്നുമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ എന്താ ചില കാര്യങ്ങൾ നമ്മൾ അതങ്ങനെയാണ്. സഞ്ജു സാംസനും വിജയിക്കാൻ കാരണം എന്താ? അയ്യോ തോറ്റു തുന്നം പാടി കളിയാക്കലിന്റെ അങ്ങേയറ്റമാണ്.
തിരസ്കാരത്തിന്റെ അങ്ങേയറ്റമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരും തോറ്റുപോയിട്ടില്ല, വിഷമിക്കരുത്. എന്തോരം തോറ്റിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. ഡിഗ്രിക്ക് ഇംഗ്ലീഷ് തോറ്റിട്ട് വീട്ടിൽ നിന്ന് അപ്പം പറയുക, ഞാനാണെങ്കിൽ ഇരുന്നൊരു ഷാർജ ജ്യൂസ് മുഴുവൻ കുടിച്ചു, എൻ്റെ കണ്ണുനീര് മുഴുവൻ അതിനകത്ത് വീണു, ഞാൻ മരിച്ച് പോയി ചത്ത് കളയാം ഡിഗ്രിക്ക് ഇംഗ്ലീഷ് തോറ്റപ്പോഴേ. പക്ഷേ അത്രയും നേരം കണ്ണുനീര് ഐസ്ക്രീം ഷാർജ ജ്യൂസിനകത്ത് വീണിട്ട് അങ്ങനെ ഇരുന്ന് പോകുന്ന അലിഞ്ഞു. വീട്ടിൽ വന്ന് അപ്പം ചോദിക്കടാ, എന്തിനാ കരയുന്ന നീ കരഞ്ഞാൽ നിന്നെ അടിക്കും. എന്തൊരു നല്ലൊരു അപ്പനാ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ പല അമ്മമാരും എന്നെ വിളിക്കും, അച്ഛാ നാളെ എൻട്രൻസ് ആണ്. ആർക്കും അറ്റാക്ക് വരാൻ പോന്നേ? സത്യം പറഞ്ഞ ഈ അമ്മമാരെ എല്ലാം തൂക്കിക്കൊള്ളേണ്ട കാലമാണിത്. എൻ്റെ അപ്പനോട്, മക്കളെ അടുത്ത വർഷം പരീക്ഷയില്ലയോടാ. എന്തൊരു ആശ്വാസം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പിള്ളേർക്കൊക്കെ സന്തോഷമായി. എടാ അടുത്ത വർഷം പരീക്ഷയില്ലയോ? തോറ്റിട്ട് നിൽക്കുമ്പം നിങ്ങൾ എത്ര ആശ്വാസം കൊടുക്കണ്ടേ? ഈ അടുക്കെ ഞാനൊരു പള്ളിയിൽ ചോദിച്ചു, മക്കളെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കളയുന്ന ആരൊക്കെയാണ്? OBBS ചോദിച്ചതാ. ഒരു കുട്ടി പറയാ, അപ്പനും അമ്മയും. എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഞാൻ സ്തബ്ധനായി. ഞാൻ രണ്ടാമതോ അധ്യാപകർ, മൂന്നാമതോ ബന്ധുക്കൾ, നാലാമതോ ട്യൂഷൻ സാർ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിലങ്ങുതടിയായി നമ്മൾ മാറരുത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിർബന്ധിതമായി ആ മനുഷ്യൻ എന്ത് ചെയ്യേണ്ടി വന്നു? കുരിശ് ചുമക്കേണ്ടി വന്നു. എന്തിനാ വന്നേ? പെസഹ ആഘോഷിക്കാനാ വന്നത്. പക്ഷേ ആ കുരിശ് വഹിച്ചിട്ട് അവസാനം അദ്ദേഹം എന്ത് കണ്ടെത്തുന്നുണ്ട്? യഥാർത്ഥ പെസഹ കുഞ്ഞാടിനെ കണ്ടെത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതം, പ്രിയമുള്ളവരെ. നിർബന്ധമായും നമ്മൾ ഓരോരുത്തരും പലതരത്തിലുള്ളതായ വേദനകൾ. സഹതായെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിക്കേ, കർത്താവിനെ പ്രണയിച്ചത് കൊണ്ട് എന്തെല്ലാം സഹനങ്ങളിലൂടെ കടന്നുപോയി അല്ലേ? എന്തെല്ലാം വേദനകൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം പ്രതിസന്ധികൾ. പക്ഷെ എങ്കിലും അദ്ദേഹം മരിക്കുമ്പോഴും പറയുന്നത് എന്താ? എൻ്റെ നാമത്തിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ദൈവമേ അവരെ ഓർക്കണമേ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ ഇത്ര ചൂടുള്ളതായ ദിവസങ്ങളിലും ഈ കുന്നിന് മുകളിൽ പല സന്തോഷങ്ങളും ത്യജിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ നോക്കുക, എത്രയോ പേരാണ് ഇവിടെ ഇരിക്കുന്നത്. വളരെ ദൂരെ നിന്ന് പോലും ആളുകൾ നോക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലത് നമ്മൾ വഹിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഫാദർ ഡാമിയൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, ആരും നിർബന്ധിച്ചിട്ടല്ല കുഷ്ഠരോഗികളുള്ള മൊളോക്കോ ദ്വീപിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ആ മനുഷ്യൻ ഛർദ്ദിച്ചവിടെ കിടക്കുക. കാരണം കുഷ്ഠരോഗം വന്നിട്ട് മൂക്കും ചെവിയും വിരലുകളും ഒക്കെ അടർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം അതൊക്കെ ചൂലുകൊണ്ട് തൂത്തുകൂട്ടി അതൊക്കെ സംസ്കരിച്ചതിന് ശേഷം അവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി അവിടെ പ്രാർത്ഥിക്കുകയാണ്. നോക്കിക്ക, ആരും പറഞ്ഞിട്ടല്ല പോന്ന, ബിഷപ്പ് സമ്മതിക്കത്തില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം പോയി. പക്ഷെ നിങ്ങൾ അവിടെയും ഓർക്കണം, അതേ അവസാനം കുഷ്ഠരോഗം വന്നാണ് മരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടു. ഇപ്പൊ മദർ തെരേസയെ കുറിച്ച് പറയുന്നത് പോലെ അദ്ദേഹം കള്ളനാണ്. അപ്പൊ നമ്മളൊക്കെ എന്തോ നേരിട്ടിട്ടുണ്ട്. ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങളെ മിഷന് വിടുമായിരുന്നു. ഇപ്പോൾ കോട്ടയത്ത് നവജീവൻ എന്ന് പറഞ്ഞാൽ 400 മെന്റൽ പേഷ്യൻസിൻ്റെ ഇടയിലാണ് നമ്മൾ ചെന്ന് താമസിക്കേണ്ടുന്നത്. വഴി കിടക്കുന്ന പലരുടെയും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കണം, മലമൂത്ര വിസർജനം എടുക്കണം. മുഖത്തൊക്കെ കാർക്കിച്ച് തുപ്പിയ മനുഷ്യരുണ്ട്. കാരണം അവർക്ക് ബോധമില്ല, മാനസിക രോഗികളാണ്. അപ്പൊ പലപ്പോഴുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വരുന്ന ഒരുപാട് നിർബന്ധിതമായ കുരിശുകളും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില നിത്യ സൗഭാഗ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ നമുക്ക് നോർത്തെടുക്കാം. കർത്താവിൻ്റെ കുരിശിന് വേണ്ടി നമ്മുടെ തോള് നമ്മൾ ഇതുവരെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? വൈദിക സെമിനാർ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കറിയാലോ, നമുക്കൊന്നും ഈ ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എന്താ, നമുക്കൊരു ആത്മവിശ്വാസവും ഇല്ല. ഇപ്പം ഈ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട്. അതൊരു നല്ല കാര്യമാണ്, ഈ കൊയറിൽ ഇത്രയും പാടുക, പ്രസംഗിക്കുക. പക്ഷെ നമ്മൾ കുഞ്ഞുനാൾ വളർന്നു വരുമ്പോൾ പലരെ സംബന്ധിച്ച് 2 വാക്ക് പറയാൻ പേടി. എന്തായി തീരും? വീട്ടിലാണെങ്കിൽ പലപ്പോഴും പല പേരൻസ് പല കാരണങ്ങളുടെ ആത്മവിശ്വാസവും ഇല്ല.
അപ്പം അങ്ങനെ വൈദിക സെമിനാരി ഇരിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എഴുതിയ വരികളാണ്: ഒരു തിരി നാളമായി നിൻ മുൻപിൽ തെളിഞ്ഞു നിൽക്കാൻ ശക്തി നൽകൂ, എന്നുമെന്നും നിന്നരികത്തായി ചേർന്ന് നിൽപ്പാൻ വരമരുളൂ. വിക്കനാം മോശയെ പോലെ ചൊല്ലിടുന്നു, എൻ്റെ നാവിന് ശക്തിയില്ല. ശമൂവേലിനെ പോലെ ഉണർന്നിടുന്നു, എന്നെ ആരോ വിളിച്ചുവല്ലോ. മുൾപ്പടർ പെന്നിൽ പകർന്നു ദൈവിക ജീവനാം അഗ്നി, ഉണർന്നു ഞാൻ ആദ്യമായി അരുളൂ. എന്നിൽ തെളിയുന്നോർ ഈ വെളിച്ചം ജീവന്റെ നാദമായി തീർന്നിടുന്നു. ഒരു കൊച്ചു മൺചരാതിൽ എരിയുമൊരി ജീവിതം സഫലമായി തീർന്നിടുന്നു. എൻ്റെ സങ്കടങ്ങളിൽ, കാരണം ഒന്നും അറിയത്തില്ല, വലുതായിട്ട് പഠിക്കാനുള്ള കഴിവില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, കൂടെയുള്ളവരെല്ലാവരും മിടുക്കന്മാരാണ്, ഒരു കഴിവുമില്ല. അങ്ങനെ ചങ്ക് പൊട്ടി ആ സെമിനാരിയിലിരുന്ന് എഴുതിയ കുറച്ച് വരികളാണ്. പക്ഷേ കൂടെയുള്ള ഷിനോക്കെ തോമസ് അച്ഛനൊക്കെ ഈ വരികൾ എടുത്തിട്ട് ഇങ്ങനെ അതിന് ട്യൂണ് കൊടുത്തു. മനോജ് എന്ന് പറയുന്ന പാട്ടുകാരൻ അത് പാടി: ഒരു തിരിനാളമായി നിൻ മുൻപിൽ തെളിഞ്ഞു നിൽപ്പാൻ ശക്തി നൽകൂ, എന്നുമെന്നും നിന്നരികത്തായി ചേർന്നിരിപ്പാൻ വരമരുളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും സങ്കടങ്ങളുടെ താഴ്വരകളിലും നമ്മൾ ഇരിക്കേണ്ടത്, ഞാൻ ആദ്യം വായിച്ചതുപോലെ, ദേവാലയത്തിൽ അവന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ ചെന്നിരിക്കുന്നുവെങ്കിൽ എത്ര കഴിവില്ലായ്മയിലും, എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടിലും, എത്ര രോഗത്തിന്റെ അവസ്ഥയിലും ഒരു തിരിനാളമായി മാറുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അവന്റെ കുരിശ് നമ്മൾ വഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിശ്ചയമായും വിക്കനാം മോശയെ പോൽ ചൊല്ലിടുന്നു, എൻ്റെ നാവിനു ശക്തിയില്ല. ശമൂവേലിനെ പോലുണർന്നിടുന്നു, എന്നെ ആരോ വിളിച്ചുവല്ലോ. നമ്മളെ വിളിച്ചൊരു ദൈവമുണ്ട്. എന്നെ കൊണ്ട് കർത്താവിന്. പിന്നീട് നാം കാണുന്നത് മറ്റൊരാളെയാണ്. ആ മനുഷ്യൻ നോക്കിക്കേ, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനം ഒരാൾ ആഗ്രഹിക്കുന്ന എന്താ? ഒരു നല്ല ശവസംസ്കാരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലരും പ്രായമാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു 500 പേർക്കുള്ളൊരു പൊതി ഏകദേശം ഉദ്ദേശിക്കും, അല്ലേ? ഒരു നല്ലൊരു 10,000-7,000 രൂപയുടെ ഒരു ചെറിയൊരു ഒരു പെട്ടി ഉദ്ദേശിക്കും. വീട്ടുകാർക്ക് ആപ്പ് വെക്കേണ്ട ആളുകളാണ്, ഇതൊന്നും ഉദ്ദേശിക്കത്തില്ല. എങ്കിലും ഒരു മാന്യമായി ജീവിക്കുന്ന ഒരാൾ ആഗ്രഹിക്കും. പിന്നെ ഇത്ര പേര് വരും, അതിൻ്റെ ഒരു അപ്പം ഇതെല്ലാം ഇങ്ങനെ ആയാലും അവർ ആഗ്രഹിക്കും. ഒരു 1,00,000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇവർ കൊയറുകാരെ വിളിക്കണ്ടായോ, ആംബുലൻസ് വിളിക്കണ്ടായോ? പിന്നെ നമുക്കൊക്കെ എപ്പോഴും ഈ നന്നായി ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവസാനം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതി വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. അങ്ങനെ ആഗ്രഹിച്ച ഒരാളാണ് എന്താ? അരിമത്യക്കാരൻ യൗസേപ്പ് എന്ത് ചെയ്യുന്നു? നല്ല ഒരു കല്ലറ. പക്ഷേ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവസാനം അതും കൂടെ കൊടുക്കുകയാണ്. ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ ജീവിതത്തിൽ പലപ്പോഴും ആ അവസാനത്തെ ആഗ്രഹം പോലും കർത്താവിന് വേണ്ടി കൊടുക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറ. അപ്പൊ ഇത് കർത്താവിന് വേണ്ടി കൊടുത്തവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. സഹദായയുടെ ഒരു സൈനികൻ സഹദായായി മാറുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണെങ്കിലും നമുക്കുള്ള വലിയ നിയോഗമാണ്. നോക്കിക്കേ, അരിമത്യക്കാരനായ യൗസേപ്പ് കൊടുക്കുകയാണ്. എന്താണ്? തൻ്റെ കല്ലറ. ഇവിടെ നമ്മൾ പല പള്ളികളിലും ഇരിക്കുന്ന സമയത്ത് എൻ്റെ കർത്താവ്, ഈ കല്ലറയുടെ വഴക്കെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളൊക്കെ നേരിടുന്ന വലിയ പ്രതിസന്ധി അതാണ്. അപ്പം ഇതൊരു വലിയ ഒരുപക്ഷെ നമ്മുടെ പല പ്രതിസന്ധികൾ നമ്മൾ നേരിടാറുണ്ട്. അപ്പോൾ പക്ഷെ ഇവിടെ നോക്കിക്കേ, കർത്താവേ അത് ഞാൻ നിനക്ക് തരുന്നു. പക്ഷെ ഇതൊക്കെ ഒരു വലിയ ജീവിത മാതൃകയാണ്. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതും തമ്പുരാൻ കരുതി കൊള്ളും. അതിനുവേണ്ടി പോലും നീ ഇത്ര 500 പൊതിയോ അന്ന് വരുന്നതിനനുസരിച്ച് ആരെങ്കിലുമൊക്കെ പൊതി കൊടുത്തോളും, അല്ലേ? അതുപോലും എടുത്ത് കർത്താവിൻ്റെ കയ്യിലേട്ട് കൊടുക്കുകയാണ്. വളരെ
ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും, എന്നെ കാണുന്ന ഓരോ കുട്ടികളും, പല പ്രസംഗങ്ങളിലും ഞാനത് പങ്കുവച്ചിട്ടുണ്ട്. എങ്കിലും ഈ അടുത്തിടെ അടൂർ മെത്രാസനത്തിൽ അപ്രയം തിരുമേനിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി സിനിമാ പ്രദർശനം നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ ഉമ്മാനോട് മുകളിലച്ഛനാണ് അത് ക്രമീകരിച്ചത്. കാണാൻ വേണ്ടി പോയ സമയത്ത് പൂർണ്ണ എന്ന് പറയുന്നൊരു സിനിമയാണ് അതിൽ ആദ്യം കാണിച്ചത്. പറ്റിയ കുഞ്ഞുങ്ങളൊക്കെ അത് കാണണം. ഒരു 12 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടി അവരുടെ ഗ്രാമത്തിൽ അതിനെ പിടിച്ച് കെട്ടിച്ചു വിടും. പക്ഷെ ഒരു കുട്ടി കെട്ടിച്ചു വിടുമെങ്കിലും അവളുടെ കൂട്ടുകാരിക്ക് സ്കൂളിലെ ഒരു ലെറ്റർ കൊടുത്തിട്ട് അവൾ പോയി പഠിക്കുകയാണ്. ഒരു IAS-കാരൻ സാധാരണ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി വന്ന് പ്രവർത്തിച്ചിട്ട് ഈ കുട്ടിയെ പഠിപ്പിച്ച് എവറസ്റ്റ് കയറുന്ന, എനിക്കത് ആന്ധ്രയിലാണെന്ന് തോന്നുന്നു, യഥാർത്ഥത്തിലൊരു പെൺകുട്ടിയാണ് പൂർണ്ണ. അപ്പൊ ഇവിടെ ആ ഒരു കുട്ടി അവളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നോക്കിയ പല കുട്ടികളും എന്താ 12, 11 ഒക്കെ വയസ്സാകുമ്പോൾ ഏതെങ്കിലും ഒരു ചേട്ടനെ കാണും, പോവുകയാണ്. അവരുടെ പൂർണ്ണതയിൽ അവര് എത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി അവരെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? അവിടെ നിർബന്ധിച്ച് കെട്ടിച്ചു വിടുകയാണെങ്കിൽ എന്താ, ഇവിടെ നിർബന്ധിക്കാതെ തന്നെ പോവുകയാണ്. ഓരോ പെൺകുട്ടികളും ചിന്തിക്കേണ്ടത്, ഓരോ ആൺകുട്ടികളും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇവിടെ ഒരു മനുഷ്യൻ തൻ്റെ കല്ലറ വിട്ടുകൊടുക്കുകയാണ്. ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഡൈനാമിറ്റ് കണ്ടുപിടിക്കുകയും എഴുത്തുകാരനായിരിക്കുകയും വിവിധങ്ങളായ കഴിവുകളുള്ളൊരു മനുഷ്യൻ, ഒരുപാട് പേറ്റന്റ് സമ്പാദിച്ചൊരു മനുഷ്യൻ. പക്ഷേ പത്രലേഖകനൊരു അബദ്ധം പറ്റി. എന്താണ്? ആൽഫ്രഡ് നോബൽ രാവിലെ പത്രം എടുത്ത് വായിക്കുമ്പോൾ കാണുന്നത് എന്താ? മരണത്തിന്റെ മൊത്ത വ്യാപാരി ആൽഫ്രഡ് നോബൽ അന്തരിച്ചു. ഇതാരാ വായിക്കുന്നേ? ജോൺ സ്ലീബ് അച്ഛൻ മരിച്ചു എന്ന് ഞാൻ തന്നെ രാവിലെ എടുത്ത് വായിക്കുമ്പോൾ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയായിട്ട്. അപ്പൊ നമ്മൾ വെറുതെ ആണെങ്കിൽ എന്തോ ചെയ്യും? തട്ടി നോക്കത്തില്ലേ? ഞാനാണോ? അല്ലേ? ആൽഫ്രഡ് നോബലിന് മനസ്സിലായി എന്താണ്, തൻ്റെ സഹോദരൻ മരിച്ചതിനെ തെറ്റിദ്ധരിച്ച് പത്രലേഖകൻ എഴുതിയതാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും അറിയത്തില്ല, ഇപ്പോൾ ആള് മാറി തല്ലിക്കൊല്ലുന്നു, ആള് മാറി അധിക്ഷേപിക്കുന്നു, ആള് മാറി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അതുപോലെ സ്വന്തം സഹോദരനായതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ സഹോദരൻ മരിച്ച പത്രലേഖകൻ അബദ്ധം വരും. പക്ഷെ എങ്കിലും ആ കൊടുത്ത പേര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ പേര്? മരണത്തിന്റെ മൊത്ത വ്യാപാരം. കാരണം ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതാണ് ഓരോ ബോംബുകൾ നിർമ്മിക്കുവാൻ തക്കവണ്ണം കാരണമാകുന്നത്. അപ്പൊ ആ മനുഷ്യൻ സത്യത്തിൽ വിറയ്ക്കുകയാണ്. കാരണം എന്താ? ഞാൻ മരിക്കുമ്പോൾ ലോകം എന്നെ അടയാളപ്പെടുന്ന എന്തായിട്ടാ? മരണത്തിന്റെ മൊത്ത വ്യാപാരി. അപ്പൊ നമ്മൾ പറയും, ചിലരെ കുറിച്ച് പറയാം, മരിക്കാൻ നേരത്തും അവൻ്റെ രാപ്പ് വെച്ചിട്ട് പോകുന്നവരാന്ന് പലരെ കുറിച്ചും പറയാറുണ്ട്, അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, പോകുമ്പോഴും രാപ്പ് വെച്ചിട്ട് പോകുന്നവരാന്ന് പലരെ കുറിച്ചും പറയാറുണ്ട്. പലരും അങ്ങനെയാണ്. ചിലർ ആധാരം കൊണ്ടാണ് പോകുന്നത്, പള്ളിയുടെ ആയാലും വീടിൻ്റെ ആണെങ്കിലും. ചില അമ്മച്ചിമാരെ പണ്ട് അരിപ്പെട്ടിയും കൊണ്ട് മരിക്കുമ്പോൾ പോകത്തില്ല, കക്ഷത്ത് വെച്ചോണ്ട്. പണപ്പെട്ടിയുടെ അരിപ്പെട്ടിയും കൊണ്ട് പോകുന്നിടത്തെല്ലാം പോകത്തില്ല, മരുമോൾ എടുക്കാതിരിക്കാൻ. അന്നത്തെ കാലം അതായിരുന്നു. ചില പള്ളികളിൽ ചെല്ലുമ്പോൾ ഇതുപോലെ താക്കോൽ ഇതുവരെ സഭയ്ക്ക് കൊടുത്തിട്ടില്ല. അതുപോലെയാണ് പലരും. മക്കൾക്കും എഴുതി കൊടുക്കത്തില്ല. എന്തോ ഒരു ദുരിതം ചില അപ്പനമ്മയെ കാണിക്കുന്നറിയാമോ? എഴുതി കൊടുത്താൽ അതിനൊക്കെ ദുരിതമാണെന്നേ ചിലർക്കൊക്കെ. അതാ മറ്റൊരു കാര്യം. അപ്പനമ്മയുടെ പേരിലൊക്കെ ഇട്ടേക്കണം കുറച്ച്. അപ്പൊ ഇവിടെ ആൽഫ്രഡ് നോബൽ നിങ്ങൾ നോക്കിക്കേ, അദ്ദേഹത്തിന്റെ നല്ലൊരു പേര് മരണത്തിന്റെ മൊത്ത വ്യാപാരി. ആ മനുഷ്യൻ ചിന്തിച്ചു, ഞാൻ മരിക്കുമ്പോൾ അങ്ങനെ ഒരു പേരെനിക്ക് വേണ്ട. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ പകുതിയിലധികവും നോബൽ പ്രൈസ് എന്ന് പറയുന്ന ലോകത്തെ ഇന്ന് സ്വാധീനിക്കുന്ന ഒരു സമ്മാനമായി അത് മാറ്റി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന എല്ലാ പ്രസംഗങ്ങളിലും ആവർത്തിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇന്ത്യയിലെ ബാലവേല ഇന്നുണ്ട്. ഓരോ 6 മിനിറ്റിലും ഇന്ത്യയിൽ നിന്നൊരു കുട്ടി കാണാതാകുന്നുണ്ട്. കേരളത്തിലെ ഏജന്റുമാരുണ്ട്. ബച്പൻ ബജാവോ ആന്തോളനാണ് അദ്ദേഹം രൂപീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് വൈകി എന്നുള്ള കൈലാഷ് സത്യാർത്ഥി പുസ്തകം നമ്മൾ വായിക്കണം. അത് അദ്ദേഹത്തെ അറിയാൻ കാരണം എന്താ? ആൽഫ്രഡ് നോബൽ ഒരു പത്രലേഖന പറ്റിയ തെറ്റിൽ നിന്ന് തൻ്റെ ജീവിതത്തെ ലോകത്തിന് സംഭാവനകൾ നൽകുന്ന യൂസുഫ് സായ് മലാലയെ പോലെ 2 വെടിയുണ്ട തലയിലുണ്ടായിരുന്നിട്ടും എഴുന്നേറ്റ് നിന്ന് ഒരു പേനയും പുസ്തകവും ലോകത്തെ മാറ്റുമെന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവൾ എഴുന്നേറ്റ് അവളെ ലോകം അറിഞ്ഞത് അവൾ നോബൽ പ്രൈസ് വാങ്ങിയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കണം, ഒരു നോബൽ പ്രൈസ് വാങ്ങണം ജീവിതത്തിൽ. എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ചിന്തിക്കണം, നോബൽ പ്രൈസ് വാങ്ങണം. കാരണം ഈ ലോകത്തിലെ ഓരോ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാൻ ഈ കുട്ടികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
നമുക്ക് വേണ്ടിയല്ല. കണ്ടുമുട്ടുന്ന ഓരോ കുട്ടികളും. അടുത്തിടെ പള്ളിയിൽ നിന്ന് ടൂർ പോയ സമയത്ത് ഒരു കുഞ്ഞിനെ അവിടുത്തെ സ്റ്റാഫ് കൊണ്ടുപോകുന്നു. ഞാനതിൻ്റെ പുറകെ പോയി, കാരണം ഒരു കുഞ്ഞല്ലേ. ചെന്നപ്പോൾ അപ്പനും അമ്മയും വെള്ളത്തിൽ കളിക്കുക. കുഞ്ഞോ യേശുപ്പച്ചനെ ആരും വേണമെങ്കിൽ എൻ്റെ അപ്പൻ എന്തിയെ, എൻ്റെ അമ്മ എന്തിയെ. ആ കുഞ്ഞ് മിടുക്കനായതുകൊണ്ട് അതിന് പേരറിയാം, വീട്ടുപേരറിയാം, ഫോൺ നമ്പർ അറിയാം. അതുകൊണ്ട് ആ കുഞ്ഞ് പിന്നെ ആ സെന്ററിനകത്തായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചു പോകുന്നത്, കാട്ടിൽ പോയും മേട്ടിൽ പോയും. ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഇവിടെ തൻ്റെ ഒരു അഡ്രസ് ഒന്ന് മാറി. കാരണം താൻ വലിയ മിടുക്കനാണെന്നായിരുന്നു വിചാരം. എന്താ, എത്രയോ പേറ്റന്റിന്റെ പേരിൽ സയൻസിന് ഞാൻ സംഭാവന ലോകത്തെ മുഴുവൻ നേടി. പക്ഷെ ഒരു ചെറിയ വാചകം, മരിക്കുമ്പോ മരണത്തിന്റെ മൊത്തവ്യാപാരി. നമ്മൾ ഓർക്കണം നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത്. പിന്നീട് നാം കാണുന്ന ഒരു മനുഷ്യനെ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ? രാത്രിയിൽ കർത്താവിന്റെ അരികിലേക്ക് വന്ന മനുഷ്യൻ എന്നാണ്. എന്താണ് രാത്രിയിൽ അദ്ദേഹം വന്ന? എന്താണ് രാത്രിയിൽ അദ്ദേഹം വന്നത്? കാരണം അദ്ദേഹം ഒരുപാട് കഴിവുള്ളൊരു മനുഷ്യനാണ്, പരീശനാണ്, യഹൂദ പ്രമാണിയാണ്, ഉയർന്ന സ്ഥാനമുണ്ട്. ആ തൻ്റെ പദവി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അദ്ദേഹം എപ്പോൾ വന്നത്? രാത്രിയിൽ വന്നത്. എന്നാൽ അദ്ദേഹം കർത്താവിനെ അങ്ങനെ രാത്രിയിൽ അന്വേഷിച്ച ഒരാള് പിന്നീട് കർത്താവിൻ്റെ അഭിഭാഷകനായി, അഡ്വക്കേറ്റായി മാറുകയാണ്. കാരണം കർത്താവിനെ കുരിശിക്കണമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരാളുടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കൂടെ, അദ്ദേഹത്തിന്റെ ജീവിതം കൂടെ നോക്കിയിട്ട് നിങ്ങൾ അതിനെ ഒന്ന് വിലയിരുത്തുക എന്ന് അദ്ദേഹം ഒരു അഡ്വക്കേറ്റായി മാറുന്നു, അഭിഭാഷകൻ. പിന്നീട് അദ്ദേഹം എന്താ, ഒരു അഭിഭാഷകനിൽ നിന്ന് അദ്ദേഹം അന്വേഷകനിൽ നിന്ന് അഭിഭാഷകനായി, പിന്നീട് എന്താ, അനുഗാമിയായി മാറുകയാണ്. കർത്താവിന്റെ ഒപ്പം അദ്ദേഹം സഞ്ചരിക്കുകയാണ്. അവസാനം എന്താ, ഒരർപ്പകനായി, അതല്ലെങ്കിൽ കർത്താവിന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുവാൻ 100 റാത്തൽ അല്ലെങ്കിൽ 30 കിലോയോളം സുഗന്ധദ്രവ്യവുമായി അദ്ദേഹം വരികയാണ്. തൻ്റെ പദവികളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമ്പാദ്യവുമായി ആ മനുഷ്യൻ വരികയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓർക്കേണ്ടുന്നത് ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മളെ വരാൻ തക്കവണ്ണം തടയുന്ന രാത്രി ഏതാണെന്നുള്ളതാണ്. ഇപ്പൊ ഡാർക്ക്നെസ് എന്ന വാക്ക് നിങ്ങൾ നോക്കിക്കേ. ആ വാക്കിൽ തന്നെ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർക്കാം. ഒരു ഡിജിറ്റൽ ഡാർക്ക്നെസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ഇപ്പോൾ 1-ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കേ. അല്ലെങ്കിൽ പല കുട്ടികളും മൊബൈൽ മാത്രം അവരുടെ ഡിജിറ്റൽ അഡിക്ഷൻ, അതുവഴി ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ ആ ഡാർക്ക്നെസ്, ഡിജിറ്റൽ ഡാർക്ക്നെസ് ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് എത്രത്തോളം പള്ളിയിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. രണ്ടാമത് നോക്കി, അഡിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ HIV AIDS പലയിടത്തും ഞാൻ പറയുന്നുണ്ട്. 2025 റിപ്പോർട്ട് എന്ന് പറയുന്നത് 1250 പേർക്കാണ് കേരളത്തിൽ HIV AIDS. ഒരു വർഷത്തെ കണക്കാണ് പറയുന്നത്. 2026 എന്തുമായിരിക്കും? അപ്പൊ അഡിക്ഷൻസ് എന്നുള്ളത് ടോക്സിക് റിലേഷനിലേക്ക് പോകുമ്പോൾ HIV AIDS പോലുള്ള അസുഖങ്ങൾ ബാധിക്കുന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അടുത്ത നിങ്ങൾ നോക്കിക്കേ, റിലേറ്റീവിസം, ധാർമ്മികമായൊരു തകർച്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ട് പല മേഖലകളിലും. ആർക്കും ആരെയും എന്തും പറയാം, സോഷ്യൽ മീഡിയ വഴി അപഹസിക്കാം, എല്ലാവരും പറയുന്നത് ശരിയാണ്. അടുത്ത നിങ്ങൾ നോക്കിക്കേ, എന്നുള്ള വാക്ക് നോക്കി, കില്ലിങ്, ആർക്കും ആരെയും കൊല്ലാം. മധു മരിച്ചിട്ട് 5 വർഷമായി. ഇപ്പൊ അടുക്കെ ഒരു വിദ്യാർത്ഥി മരിച്ചു, ഹർത്താൽ നമ്മൾ കണ്ടു അല്ലേ? ഏറ്റവും പുഴുത്തപ്പെട്ട് നീയാണെന്ന് ഒരുത്തൻ പറഞ്ഞിട്ടും ജീവിതത്തിന്റെ സാഹചര്യം എന്താ? പെരുന്നാളുകൾ, ഉത്സവം കഴിയുമ്പോൾ ഒന്ന് ദേഷിച്ചാൽ അവനെ അടിച്ചു കൊല്ലുന്ന സാഹചര്യം നിങ്ങൾ നോക്കിക്കേ. ഇത്ര നിസ്സാരമായിട്ട് ഓരോന്നിനെയും തല്ലിക്കൊല്ലുക, എപ്പോഴെങ്കിലും കൊല്ലപ്പെടാവുന്ന സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. നെഗറ്റിവിറ്റി, അടുത്ത അക്ഷരം നോക്കിയാൽ നെഗറ്റിവിറ്റിയാണ് ഏറ്റവും സ്പ്രെഡ് ചെയ്യുന്നത്. എന്തെടുത്താലും നെഗറ്റീവായ കാര്യങ്ങൾ, വാർത്തകൾ നിങ്ങൾ നോക്കിക്കേ. ഇലക്ഷൻ തന്നെ കഴിഞ്ഞു, ഓരോരുത്തരും അങ്ങോട്ട് ചെന്ന് പറയുന്നത് എന്താ, നല്ല കാര്യമാണോ? അടുത്ത് നിങ്ങൾ നോക്കിക്കേ, ഒരു ഈഗോ എന്നുള്ളത്, എല്ലാവരും ഒരു അഹങ്കാരത്തിലേക്ക് പലരും മാറിപ്പോകാറുണ്ട്. ഇതിനൊക്കെ കാരണം സോഷ്യൽ ഇൻജസ്റ്റിസ്. ഇപ്പോൾ അവരന്ന് സമരം ചെയ്തു, ആദിവാസികളും അതുപോലെ തന്നെ ദളിതരായിരിക്കുന്ന മനുഷ്യർ അനുഭവിക്കുന്ന വേദനകൾ വളരെയാണ്. അവരെ അവരായി ഉൾക്കൊള്ളുവാൻ പലർക്കും കഴിയുന്നില്ല. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല.
അവർക്കുള്ള സാധ്യതകൾ എത്തുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സ്പിരിച്വൽ ഡീക്കെ അല്ലെങ്കിൽ ആത്മീയമായ ഒരു അപജയമുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, രാത്രിയിൽ വരുന്നതായ ഒരു മനുഷ്യൻ, അദ്ദേഹം കർത്താവിൻ്റെ അന്വേഷകനായി, അഭിഭാഷകനായി, അനുഗാമിയായി, അർപ്പകനായി, ആരാധകനായി ജീവിതം മുഴുവൻ അദ്ദേഹം സമർപ്പിക്കുകയാണ്. ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷേ അദ്ദേഹം പകൽ കർത്താവിനെ അടക്കുവാൻ തക്കവണ്ണം വന്നു. അതുകൊണ്ട് നമ്മളെ തടയുന്ന ഏത് രാത്രിയാണെങ്കിലും പ്രകാശത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് നിക്കോദിമോസ് എന്നുള്ളത്. പിന്നീട് 5 വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ കണ്ടത്. 9 നിയോഗങ്ങളാണല്ലോ ഇവിടെ ഉള്ളത്. എങ്ങനെയായി നമ്മൾ മാറണം എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആരാണ് കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന? ആരാണ്? ആ ചിത്രം ഒന്ന് ഓർത്ത് നോക്കി. ആ ചിത്രം എപ്പോഴും നമ്മൾ ഓർത്ത് നോക്കിക്കേ. യൂദായുടെ കൈതട്ടി ഉപ്പ് മറിയുന്നുണ്ട്. അത് ഗുരുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളതിന് ചിത്രകാരൻ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഉപ്പ് തൂണായി അവൾ തീർന്നതുപോലെ ഗുരുവുമായിട്ടുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ള സൂചനയാണ് ആ കൈതട്ടി ഉപ്പ് മറിയുമ്പോൾ യൂദായുടെ ചിത്രം അവിടെ കാണാം. എന്നാൽ മറ്റൊരാൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? അവരുടെ നെഞ്ചോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഇതൊരു വലിയ സാധ്യതയാണ്. 6ാമതായി നമ്മൾ കാണുന്ന ആൾ എന്താണ്? കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ഒരാളാണ്. ഇതാണ് നമുക്കുള്ളതായ വിളി എന്നുള്ളത്. സഹദായുടെ ഓർമ്മയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാൻ ശ്ലീഹായെ നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയുള്ള വായനകളിലൊക്കെ നമുക്ക് കാണാം, അത് കർത്താവാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്, നെഞ്ചോട് ചേർന്നിരുന്നു, അവസാനം വരെയും അവനെ പിൻപറ്റി എന്നുള്ളതാണ്. എത്ര മനോഹരമാണ്! ആ ബഹുമാനോട് ജേക്കബ് കുര്യനച്ചൻ സെമിനാരി ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു വേദഭാഗമാണത്. മാത്രമല്ല, കർത്താവിൻ്റെ കല്ലറയിലേക്ക് ആദ്യം ഓടിയെത്തിയെങ്കിലും പത്രോസ് ലീഹായെ കാത്തു നിന്നു. കാരണം 3 ദിവസം കന്യകമറിയാം അമ്മയുടെ ഒപ്പം താമസിച്ചു. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. ആ ബന്ധം 3 ദിവസം കൊണ്ട് യോഹന്നാൻ ശ്ലീഹ ഇടതും വലതും ആഗ്രഹിച്ചവൻ വിനയപ്പെട്ട പത്രോസിന് വേണ്ടി കാത്തു നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു വലിയ മാറ്റമാണ് അമ്മ 3 ദിവസം ഒപ്പം താമസിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നെഞ്ചോട് ചേർന്നിരുന്ന ഒരാൾ വിനയത്തിൻ്റെ പ്രതീകമായി ജീവിതത്തിൻ്റെ അവസാനം വരെ കർത്താവിനെ പിൻപറ്റുന്ന ഒരാളായി മാറി എന്നുള്ളതാണ്. അടുത്ത ഒരാൾ ആരാണ്? എൻ്റെ കർത്താവിനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു സ്ത്രീ അവിടെ വിലപിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആരാണ്? മഗ്ദലക്കാരത്തി മറിയാണ്. താങ്ക് യു മമ്മേ. എന്തുകൊണ്ടാണ്? കാരണം ഒരുപാട് പ്രതിസന്ധികളിൽ കഴിഞ്ഞ ഒരാളാണ്. അന്നുവരെയും അവളുടെ സാധ്യത ആ മനുഷ്യനായിരുന്നു. ഒരു റേഡിയോ നാടകത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ആ റേഡിയോ നാടകത്തിൽ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ അവിടെ കല്ലറയിലേക്ക് പോകും? ഈ ഇരുട്ടത്ത് നീ എങ്ങനെ പോകും? കല്ലറയുടെ കല്ലാരി ഉരുട്ടി മാറ്റും. അപ്പൊ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഹൃദയത്തിലെ ഇരുട്ടകറ്റിയ ഒരുവനെ കാണാൻ പോകാൻ ഈ ഇരുട്ടൊന്നും ഒരു ഇരുട്ടല്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഇരുട്ടകറ്റിയ ഒരാളുടെ അരികിലേക്ക് ചെല്ലുവാൻ ആദ്യത്തെ അപ്പോസ്തോലയായി കർത്താവിനെ കണ്ട, കർത്താവിൻ്റെ സുവിശേഷം കണ്ട, ഉയർത്തെഴുന്നേറ്റു എന്ന് ശബ്ദം കണ്ട ആദ്യത്തെ അപ്പോസ്തോലയായി അവൾ മാറുന്നത് ആ ഹൃദയത്തിലെ ഇരുട്ട് അകന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് നഷ്ടപ്പെട്ടുവോ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരാളാണ് മഗ്ദലക്കാരത്തി മറിയ. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവളായിരിക്കാം, എല്ലാവരാളും നിന്ദിക്കപ്പെട്ടവളായിരിക്കാം. പക്ഷേ അവൾ അന്വേഷിച്ചു. എന്നാൽ ശിഷ്യന്മാരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? മീൻ പിടിക്കാൻ പോകാം. അങ്ങനെ പോയിട്ടും പ്രഭാതത്തിൽ അവരെ അവസാനം നൽകിയ അത്താഴത്തിൻ്റെ ഒപ്പം തന്നെ ഇതാ അവരിൽ ഇപ്പോൾ പിടിച്ച മത്സ്യത്തെ ചോദിച്ചുകൊണ്ട് അവർക്ക് അപ്പവും മീനും കൊടുക്കുന്ന, അപ്പം നുറുക്കുമ്പോൾ കണ്ണു തുറക്കുന്ന അനുഭവത്തിലേക്ക് അവരെ കർത്താവ് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് 7ാമതായി നമ്മൾ കാണുന്നത്, എൻ്റെ കർത്താവിനെ നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിക്കുന്ന ആദ്യത്തെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷിയാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഓർക്കേണ്ടുന്നത്, കർത്താവിൻ്റെ കയ്യിലേക്ക് നോക്കിക്കേ മോനെ, മക്കളെ നോക്കിക്കേ. കർത്താവിൻ്റെ കയ്യിലേക്ക് എത്ര അപ്പമാണോ കൊടുത്തത് ഒരു കൊച്ചു ബാലകൻ? 5 അപ്പമാണോ 6 അപ്പമാണോ 7 അപ്പമാണോ? 5 അപ്പമാണ്. മിടുക്കൻ, വെരി ഗുഡ്. എത്ര മീനാ കൊടുത്ത മോളെ?
2 മീനയാണ്. അപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കളോട് പറയണം, മക്കളെ 5 അപ്പം കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണം. ഒന്നാമത് എന്താണെന്നറിയാമോ മക്കളെ? നമ്മുടെ ശരീരം. മദ്യപിക്കാനോ ബീഡി വലിക്കാനോ തെറ്റായ കൂട്ടുകാരോട് പോകാനോ പാടില്ല. എന്താ നമ്മുടെ ശരീരം? എന്താ? ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മന്ദിരം ആണോ മോളെ? അപ്പൊ ഒന്നാമത് നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട അപ്പം ഏതാണ്? എൻ്റെ ശരീരം. രണ്ടാമത് എന്താ? എൻ്റെ മനസ്സ്. വെരി ഗുഡ്. നമ്മുടെ മനസ്സിനെ കൊടുക്കണം. മനസ്സെവിടെ ഇരിക്കുന്നത്? അതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എവിടെയാണ് കൃത്യം, ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് എന്ത് കൊടുക്കണം? എൻ്റെ ആത്മാവിനെ കൊടുക്കണം. നാലാമതോ? എൻ്റെ ടാലൻസ്, എൻ്റെ താലന്തുകൾ. ദൈവം എന്ത് താലന്താണ് എനിക്ക് തന്നത്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും നോക്കിക്കേ, ഇവിടെ വന്നിരിക്കുകയാണ്. പലപ്പോഴും അവരുടെ താലന്തുകളെ കണ്ടെത്തിയിട്ടില്ല. കുട്ടിക്കാലത്ത് എത്ര ചിത്രം വരച്ചവരുണ്ട്, എത്ര തയ്ച്ചവരുണ്ട്, എന്തെല്ലാം കഴിവുള്ളവരുടെ ഇരിപ്പുണ്ട്, നല്ല ഭക്ഷണം വെക്കുന്നവർ, എന്തെല്ലാം സാധ്യതകളുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടാലൻസ് എന്താണ് നമ്മൾ ഓർത്തെടുക്കുക. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ടാലൻസ് ഉണ്ട്. അവസാനം എന്തായി തീരണം? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആത്മീയമായി ജീവിക്കുന്ന എല്ലാവർക്കും എന്തായി തീരണമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ ഡ്രീംസ്. ഈ 5 കാര്യങ്ങൾ എപ്പോഴും ഓർത്ത്, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ ടാലൻസ്, എന്തായി തീരണം. വാട്ട്സ് മൈ ഡ്രീം? എൻ്റെ പർപ്പസാണ്, എൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് അതിലൂടെ കാണുന്നത്. ഇനി മുതിർന്നവരാണെങ്കിൽ 2 മത്സ്യം എന്നുള്ളത് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സമയവുമാണ്. അത് ഈ കുഞ്ഞുങ്ങളുടെ മുതിർമ്പ് പറഞ്ഞു കൊടുത്താൽ മതി. ശരീരം, മനസ്സ്, ആത്മാവ്, നമ്മുടെ താലന്തുകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതിലൂടെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. 8 പേരെയാണ് നമ്മൾ കണ്ടത്. 9ാമത്തെ ആൾ ഇത് പറയുന്ന ഞാനും, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. 9 ദിവസത്തെ നിയോഗങ്ങളിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ 9ാമത്തെ ആൾ എന്നുള്ളത് ഇവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളുമാണ് എന്ന തിരിച്ചറിവാണ് പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത്. കർത്താവിന് കഴുതയെ കൊടുത്ത ഒരു മനുഷ്യനിൽ നിന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് 8ാമതായി ഒരു ബാലകൻ അവന്റെ കയ്യിലുള്ളതായ അപ്പവും മീനും കൊടുത്തുവെങ്കിൽ ആ 8 പേരുടെ ഒപ്പം അവരെ പോലെ കഴുതയെയും കുരിശു ചുമക്കുവാനുള്ള തോളും കല്ലറയും ഭവനവും ജീവിതത്തിൽ കരുതിയിരുന്ന സുഗന്ധദ്രവ്യവും അവന്റെ നെഞ്ചിനോട് ചേർന്നിരിക്കുവാനും ഏതിരുട്ടത്തും അവനെ തന്നെ തേടിപ്പോകുവാനുള്ള ആത്മവിശ്വാസവും ആ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ശരീരവും മനസ്സും ആത്മാവും നമ്മുടെ താലന്തുകളും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ സമയവും സമ്പത്തും എല്ലാം അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന 9ാമത്തെ ആൾ ഞാനും നിങ്ങളും ആണ് എന്ന തിരിച്ചറിവോടുകൂടെ പൂർണ്ണമായി ചക്രത്തിൽ മുറിയുമ്പോഴും അവനവന് വേണ്ടി അല്ലാതെ അവനു വേണ്ടി ചുടുരക്തമൂറ്റിക്കൊടുത്ത തൻ്റെ കുലത്തിനു വേണ്ടി എന്നും സ്മരണയിലെ സത്യമായ നക്ഷത്രമായിരിക്കുന്ന താരകമായിരിക്കുന്ന സഹതായി നമ്മൾ ഓർക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതം ഓരോ നിമിഷവും അക്കിത്തം എന്ന് പറയുന്ന മഹാകവി പാടിയതുപോലെ ഒരു പുഞ്ചിരി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും നമ്മളിൽ ഉലാവുന്ന നിർമ്മല പൗർണമി, ഒരു നല്ല പുഞ്ചിരി മറ്റുള്ളവർ കൊടുക്കുമ്പോൾ പോലും നമ്മളിലാണ് ആ നന്മയുണ്ടാകുന്നത്. ഒരു നല്ല വാക്ക് പറയുമ്പോൾ, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ, ഒരു ചേർത്ത് പിടിക്കലാകുമ്പോൾ, മറ്റൊരാളുടെ ജീവിതത്തിൽ ഈ വേനലിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണമായി വെള്ളമായി ഒക്കെ നമ്മൾ മാറുമ്പോൾ നിശ്ചയമായും നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന 9 ദിവസത്തെ അല്ല 1 ആയുസ്സ് മുഴുവനുള്ള നിയോഗങ്ങളെ പൂർത്തീകരിക്കുവാൻ എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ സഹദായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് സഹദായാകുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഒരുക്കുവാൻ തക്കവണ്ണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. ബറക്കുമോർ. നല്ലവനായ ദൈവമേ, അനുഗ്രഹീതമായ ഒരു ദിവസം നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. പുറത്തുള്ള ചൂടിലും അകത്ത് കത്തുന്ന നൊമ്പരങ്ങളിലും
അണഞ്ഞു പോകാത്തൊരു തിരുനാളം ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് കത്തിച്ചു വെച്ചിരിക്കുന്നുവല്ലോ. തീർന്നു പോകാത്ത, കുറഞ്ഞു പോകാത്ത ഒരനുഭവത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവമേ, നിനക്കായി നൽകിയ ഓരോ മനുഷ്യരുടെ ഒപ്പം ഏറ്റവും അവസാനമെങ്കിലും കർത്താവേ, എന്നെ ഒന്ന് സമർപ്പിക്കുവാൻ തക്കവണ്ണം എന്നെ ഒരുക്കണമേ. വന്നു ചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുനീരുകൾ, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ഏകാന്തതകൾ, അവരുടെ നിരാശകൾ, അവരുടെ പരാജയങ്ങൾ, അവരുടെ ഒറ്റപ്പെടുത്തലുകൾ, അവരുടെ കുറ്റപ്പെടുത്തലുകൾ, തകർച്ചയുടെ പടവുകൾ നിൽക്കുന്ന ഒരാൾ പോലും ദൈവമേ അടുത്ത പടി വിജയത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുവാൻ ആത്മവിശ്വാസത്തോടുകൂടെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, എൻ്റെ മകനെ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, എൻ്റെ മകളെ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നീ കരയണ്ട, നീ തളർന്നു പോകണ്ട, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നുകൊണ്ട് എനിക്കുള്ളതിനെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, നിന്നെ പിൻപറ്റി ജീവിക്കുവാൻ, മരിക്കുമ്പോഴും മരണത്തിൻ്റെ മൊത്തവ്യാപാരിയല്ല, ഒരായുസ് മുഴുവൻ കർത്താവെ തീർന്നു പോകാത്ത പ്രകാശത്തിൻ്റെ, കത്തിത്തീരുമ്പോഴും പെരുന്നാളിൻ്റെ മെഴുകുതിരി കൂടെയുള്ള എല്ലാവർക്കും പ്രകാശം കൊടുത്തതുപോലെ ഈ പെരുന്നാളിൽ കത്തിച്ചു പിടിക്കുന്ന തിരികളിൽ നിന്ന് ഞാനൊരു തിരിയായി തീരുവാൻ തക്കവണ്ണം നമ്മൾ പ്രകാശം എന്നിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന വൈദികരെ കർത്താവെ, അവരുടെ ശുശ്രൂഷകളിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ നിന്റെ കൃപ എന്നും ഉണ്ടാകണമേ. ഇവിടെ ഈ ഇടവകയിലെ എല്ലാ ചുമതലക്കാരെയും, ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെയും, അല്പം അധികമായി ഇവിടെ നേർച്ച കടന്ന എല്ലാവരെയും വാഴ്ത്തണമേ. ദൂരെ നിന്നും ചാര നിന്നും വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതയാത്രയിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാങ്ങി വന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. എല്ലാവരെയും സ്വർഗം ചായിച്ച് അനുഗ്രഹിക്കണമേ. തന്ന കൃപകൾക്കായി സ്തോത്രം. സകലവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമ മഹത്വത്തിനായിട്ട് തന്നെ.